വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ചവർ എവിടെ വീണ്ടും ജീവിക്കുമോ എന്ന വിഷയ പഠന പരമ്പരയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് 2026 16-ാം തീയതി ജൂൺ മാസം 16-ാം തീയതി പ്രവേശിപ്പാൻ കർത്താവ് തന്ന വലിയ സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ആമുഖമായിരിക്കുന്ന ചില ചിന്തകളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പരിചിതമായിരിക്കുന്ന വാക്കുകളുണ്ടായിരുന്നു, അപരിചിതമായിരിക്കുന്ന വാക്കുകളുണ്ടായിരുന്നു. പൊതുവിൽ അറിയാവുന്ന വാക്കുകളും അറിയാൻ കഴിയാത്ത വാക്കുകളും, സ്വർഗം, നരകം, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, അതിൻ്റെ ഹിബ്രു, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീക്ക് പദങ്ങൾ, ഇംഗ്ലീഷിൽ തന്നെ പല വാക്കുകൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും നാം അത് ചിന്തിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ പഠിച്ചാൽ അതെല്ലാം സംശയമില്ലാതെ നമുക്ക് വ്യക്തമാക്കി കിട്ടും എന്നുള്ളത് ഇന്നലത്തെ പഠനത്തോടെ നമുക്ക് ചിന്തിപ്പാട്ടിടയാത്തുന്നു. ഇന്ന് അതിലേക്ക് ഞാൻ ആവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് അപ്പോൾ തന്നെ സംശയം ചോദിച്ചു. ആ സംശയം ഞാൻ അന്നേരം വിചാരിച്ചു, ഇതിനകത്തെങ്കിലും സംശയം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. ഞാൻ അത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കാരണം അത് അത്രമാത്രം വചനത്തെ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർത്താവൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർ അന്നേരം തന്നെ വീട്ടിൽ വരുമ്പോഴേ ആ കാര്യം യേശുവിനോട് ചോദിക്കും, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ കർത്താവരെ അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്യും. ആ സമയം തന്നെ കർത്താവരെ പറഞ്ഞു കൊടുക്കും. ഞാനത് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്നുണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ നാം ചോദിക്കുന്ന സംശയങ്ങൾ അതിൻ്റെ മറ്റൊരു ചോദ്യമില്ലാതെ അത് വെളിപ്പെടുന്നവരെയും ആ ചോദ്യമായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, അതല്ലെങ്കിൽ നമുക്ക് ഇത്രേ അറിയത്തുള്ളൂ എന്ന് പറയണം. എന്നോട് ഇന്നലെ ചോദിച്ച ചോദ്യം, ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ ഞാൻ പറഞ്ഞ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊതുവായിക്കുന്ന ഒരു ചിന്ത എല്ലാവരെയും പരിച്ചു വെച്ചിരിക്കുന്നത്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ദുഷ്ടന്മാർ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത പലരുടെയും ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് എത്ര പ്രാവശ്യം ഈ ഭാഗം പഠിച്ചാലും സമുദ്രം എന്ന മരണത്തെക്കുറിച്ചോ നീതിമാന്മാരുടെ ജീവിതത്തിൽ എഴുതിക്കുന്ന നീതിമാന്മാരെ കുറിച്ചോ ഉള്ള കാഴ്ചപ്പാട് കിട്ടത്തില്ല. അപ്പോൾ അതിന് ഉള്ള ഒരു പ്രതിവിധി എന്നുള്ളത് നമ്മളതിൻ്റെ ആ സംശയത്തെ മാറ്റുക എന്നുള്ളതാണ്, അതിനെ നീക്കുക എന്നുള്ളതാണ്. അത് നാം അതിനെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് സംശയം എന്നുള്ളതിൻ്റെ കാരണം? നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒടുക്കത്തെ നാളിൽ പൊതുവായ ചിന്താഗതിയിൽ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു കൂട്ടത്തോടെ നരകാഗ്നിയിൽ പോകും എന്നുള്ള പ്രബലമായൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ജീവന്റെ പുസ്തകത്തെക്കുറിച്ചോ സമുദ്രത്തെ മരണത്തെക്കുറിച്ചോ ആരും അത് മനസ്സിലാക്കത്തില്ല. അപ്പം അതിങ്ങനെ പറഞ്ഞു പോന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അതിനെ സാധൂകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലായി അത്രമാത്രം ഈ ചോദ്യത്തിനകത്ത് ഉണ്ടല്ലോ. ചിലപ്പോൾ ചില ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും ഇതിനകത്ത് ചോദ്യം ചോദിക്കാൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു മുൻവിധി കൂടാതെ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കത് ക്ലിയറായി പോകുന്നത് കൊണ്ട് അങ്ങനെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ചോദ്യമൊന്നുമല്ല മറ്റൊന്നും ചോദിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുസ്തകങ്ങളിൽ 20-ാം അധ്യായം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. നല്ലൊരു ചോദ്യമാണ്. ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിനോട് ന്യായവിധി ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ പുസ്തകങ്ങളിൽ
എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് ന്യായവിധി ഉണ്ടായി, പ്രവർത്തികൾക്ക് ന്യായവിധി ഉണ്ടായി എന്ന് പറയുമ്പോൾ അന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമുദ്രത്തിലുള്ളവരും നരകത്തിലുള്ളവരും പാതാളത്തിലുള്ളവരുമാണ്. അപ്പം ഇവരെ അവർക്ക് ന്യായവിധിയല്ലേ ഉണ്ടോ? അപ്പം ന്യായവിധി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ന്യായവിധി ഉണ്ടായെങ്കിൽ അതിനർത്ഥം അവർ നീതിമാന്മാരല്ല എന്നതല്ല എന്നായിരുന്നു ചോദ്യം. നമ്മൾ അത് പ്രഥമദൃഷ്ട്യാ നോക്കിയാൽ അത് ശരിയാണെന്ന് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ആഴത്തിലേക്ക് പോയാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരിയാ, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ന്യായവിധിയുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ നീതിമാന്മാരാണെന്ന് ജീവസ് പേരുള്ളവരാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവരെ ന്യായം വിധിച്ചു ഉള്ളത് കൊണ്ട് അവർ നീതിമാന്മാരല്ല, ക്രിസ്തുവേശുള്ളവരല്ല, നീതിയുള്ളവരല്ല. അതുകൊണ്ട് ഒടുക്കത്തെ നാളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മുഴുവനും പാപികളാണ്. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരും എല്ലാവരും പാപികളാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തതുകൊണ്ട് അവരെല്ലാം നിത്യനരകാഗ്നിയിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയാണ് അതിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവിടെ പുസ്തകങ്ങളെന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 സ്ഥലങ്ങളുള്ളവരെ കുറിച്ചാണ്. അത് നരകത്തിലുള്ളവരും പാതാളത്തിലുള്ളവരുമാണ്. മരിച്ചവർ സന്തതികളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഒറ്റയ്ക്ക് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സമുദ്രം. അത് വ്യത്യസ്തമായിട്ടുള്ളത്. 3 നിരകളുണ്ടെങ്കിലും സമുദ്രം എന്നുള്ളതിനെ വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് മരണവും പാതാളവും രണ്ടും കൂടെ ഒരുമിച്ച് ഒറ്റ ഗണത്തിൽപ്പെടുത്തിയിട്ട് പറയാം ഇവർ ഒരു കൂട്ടരാണ്. ഇപ്പൊ 3 കൂട്ടരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരു കൂട്ടര് വ്യത്യസ്തരാണ്. അപ്പൊ അവർക്ക് ഈ പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞ 3 പുസ്തകങ്ങൾ ഉള്ളത്, 3 പുസ്തകങ്ങൾ ഉള്ളവർ ന്യായവിധിക്കപ്പെട്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ പുസ്തകങ്ങളിൽ എഴുതിയ ഒത്തവണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പൊ മറ്റൊരു പുസ്തകം തുറന്നു എന്നുള്ളത് വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ മറ്റൊരു പുസ്തകം തുറന്നു, അത് ആരുടെ പേരുകളുള്ളതാണ്? അത് അത് ആരെയാണ് കുടിച്ചിരിക്കുന്നത്? സമുദ്രത്തിലുള്ളവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ തുറന്ന് പൊതുവായിട്ട് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ തുറന്ന് എല്ലാവരും ന്യായവിധിക്ക് കീഴായി നരകാഗ്നിയിലേക്ക് പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, പുസ്തകങ്ങൾ തുറന്നു. എന്നിട്ട് അതിൽ ഉൾപ്പെടുന്നതല്ല ജീവന്റെ പുസ്തകം എന്ന് അത് ഏക വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളും ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകമാണ്. ആ ജീവന്റെ പുസ്തകം എന്നുള്ളത് അത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തതയാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ളവരെ തീപ്പൊയ്കയിൽ തള്ളിയിടത്തില്ല. അപ്പൊ ഏത് പുസ്തകങ്ങൾ ആണ് എഴുതിയവരുടെ പേര് എവിടെയാണ് തള്ളിയിടുന്നത്? പുസ്തകങ്ങൾ വന്നിരിക്കുന്ന ആരുടെയാണ്? മരണത്തിന്റെ അവസ്ഥയല്ല, അത് സ്ഥലമാണ്. മരണം എന്നുള്ളത് അത് നരകത്തോടുള്ള ബന്ധമില്ല. നരകവിധി എന്ന് പറഞ്ഞാൽ മരണവിധിയാണ്. അങ്ങനെ ഒരിക്കൽ അത് ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും ഒരു അവസ്ഥയായി വേർപെടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ ദൂതന്മാർ മരിക്കുകയാണ്. മരിച്ചാൽ അവർ നിത്യമായിട്ട് മരണമാണ്. അവർക്ക് പിന്നെ മാറ്റം, നരകം അവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. അഗ്നരകത്തിലേക്ക് അവർ പോകും, നിശ്ചയമാണ്. എന്നാൽ പാതാളത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചിട്ട് മടങ്ങി വരാം, മരണത്തിൻ്റെ അവസ്ഥയിലുള്ളവർക്ക് മടങ്ങി വരാം. എന്നാൽ മരണത്തിന് തക്ക പാപം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എത്ര കഠിന പാപം ചെയ്തവർക്ക് മടങ്ങി വരാൻ മാനസാന്തരപ്പെടാം. എന്നാൽ അറിഞ്ഞതിന് ശേഷമായി ദൂതതുല്യരായി തീർന്ന ശേഷം നാം ഇതെല്ലാം അറിഞ്ഞ ശേഷമായി പാപം ചെയ്താൽ അവര് കഠിന പാപികളാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം അവരെ തള്ളിക്കളഞ്ഞാൽ അവർ നരകവിധിയിലകപ്പെടും. അതുകൊണ്ട് കർത്താവ് ചോദിച്ചത്, സർപ്പസന്തതികളെ, നരകവിധി വിട്ട് നിങ്ങൾ എങ്ങനെ തെറ്റി ഒഴിയും?
കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു നാളും മാനസാന്തരപ്പെടത്തില്ല. നിങ്ങൾ എന്തിനായി തീർന്നു? മരണവിധി, നരകവിധി നിങ്ങളുടെ മേൽ ചാർത്തപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 പുസ്തകങ്ങൾ ഒരുമിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ജീവന്റെ പുസ്തകം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. 2 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മരണത്തെയും പാതാളത്തെയുമാണ്. അപ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടെന്ന് പറയുമ്പോൾ അതിൽ ഉള്ളവർക്കാണ് ന്യായവിധി ഉള്ളത്. അതല്ലാതെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവർക്കല്ല ന്യായവിധി എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സിമ്പിൾ രീതിയിൽ വായിച്ചു പോയാൽ പ്രഥമദൃഷ്ട്യാ ഇത് നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും നാം അതിൻ്റെ ആഴത്തെ വിഭജിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നരകമേൽപ്പിച്ചു കൊടുക്കുന്നവരുടെയും പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെയും പേര് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതനുസരിച്ചാണ് അന്ന് ഒടുക്കത്തെ നാളിൽ ന്യായവിധി ഉണ്ടാകുന്നത്, അവർക്ക് ന്യായവിധി ഉണ്ടാകുന്നത്. എന്നാൽ ജീവന്റെ പുസ്തകം എന്ന പുസ്തകം തുറക്കുന്നുണ്ട്. അത് അതിൻ്റെ അകത്ത് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പോൾ ഇത് വേറിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ പുസ്തകം ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ പെടാത്തൊരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകങ്ങളിൽ പെട്ടവരാണ് വെള്ളസിംഹാസനം മുമ്പാകെ ന്യായവിധിക്കപ്പെടുന്നത്, പുസ്തകത്തിൽ പേരുള്ളവരല്ല. അപ്പം അതാണ് അതിൻ്റെ ഉത്തരമായിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് ക്ലിയർ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു, മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം. എന്ന് രാത്രി അത് വായിച്ച ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറിയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ അന്നത്തെ ഈ സമുദ്രത്തിലുള്ള നിരയെക്കുറിച്ച് അംഗീകരിക്കുക എന്നുള്ളത് എന്തൊരു പ്രയാസമാണെന്നറിയാവോ? എത്രമാത്രം പ്രശ്നമുള്ള ഒരു വലിയൊരു ഭാരം പോലെയാണ് പലർക്കും ഈ സമുദ്രത്തിലെ മരണ നീതിമാന്മാരാണെന്ന് അങ്ങോട്ട് കേൾക്കുക, അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളുക എന്നുള്ളത്. ഒരു ട്രഡീഷണൽ പാരമ്പര്യ വിശ്വാസമുള്ളവർ പണ്ട് വായിച്ച് മുൻവിധിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ എത്ര പഠിപ്പിച്ചാലത് അവരുടെ ഉള്ളിൽ നിന്നും പോകത്തില്ല. പിന്നെ ഞാനത് ദൈവാത്മാർ വിട്ടുകൊടുക്കുന്നു, അതവർക്ക് മനസ്സിലാക്കിയെടുക്കണം. കാരണം 1000 ആണ്ട് വാഴ്ചയിലൊക്കെ നീതിമാന്മാരുണ്ടല്ലോ, ആൾക്കാർ മരിക്കുമല്ലോ, ഇവരെ വെക്കണ്ടേ എവിടെയെങ്കിലും? അവരെ പാതാളത്തിൽ കൊണ്ട് അവിടെ വെക്കുന്ന നരകത്തിലാണോ? അവരെ പരദീസിലാണോ വയ്ക്കുന്നത്? അല്ലല്ലോ. സമുദ്രം എന്നാ മാറിപ്പോകുന്നത്? അതിനാണ് സമുദ്ര മരണാന്തര 1000 ആണ്ടിലും ഉള്ളത്. അന്ന് മനുഷ്യൻ മരിക്കുന്നുണ്ട്. അന്ന് നീതിമാന്മാരുടെ എണ്ണമാണ് കൂടുതൽ. അവരെ വയ്ക്കാനുള്ള സ്ഥലമാണ് ഈ ലോകാരംഭത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ, നീതിമാന്മാരുടെ ആത്മാക്കളെ ദൈവം ഉയർത്തി അവരെ സമുദ്രത്തിലാക്കി. ആ സമുദ്രത്തിൻ്റെ മരണാന്തര ഒടുക്കത്തെ നാൾ വരെ ഉണ്ട്. പിന്നെ യോഹന്നാൻ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുമ്പോൾ സമുദ്രമുള്ള അടുക്കുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും. സമുദ്രം എന്നുള്ളത് നീതിമാന്മാരുടെ നിരകളാണെന്നുള്ളത് കർത്താവ് ഒടുക്കത്തെ നാളിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന നാളിലെ പുനരുത്ഥാനത്തിൽ അവർ നിത്യജീവനെ പ്രാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിത്യജീവൻ യോഗ്യതയായിട്ടുള്ളവരുടെ പുനരുത്ഥാനം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമാണ്. അത് ഭൗമിക തേജസ് പ്രാപിക്കാനുള്ള പുനരുത്ഥാനമാണ്. ഇത് വളരെ കൃത്യമാണ്, ഒരു സംശയവും ആരും വെക്കണ്ട. ഇത് വളരെ കൃത്യമാണ്. നിങ്ങളിനി ഏത് ഹീബ്രുവോ ഏത് ലാംഗ്വേജ് കൊണ്ടൊന്ന് പഠിപ്പിച്ചാലും ഈ പഠനത്തിനെ ഖണ്ഡിക്കാൻ പറ്റത്തില്ല. അത് സത്യമായ കാര്യം തന്നെയാണ്. അത് സമുദ്രം എന്നുള്ള വിഷയം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതിന് ഇന്ന് രാത്രിയിൽ ഇങ്ങനെയൊരു ചോദ്യം വന്നതുകൊണ്ട് അത് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചത്, സ്തെഫാനോസ് മരിച്ചപ്പോൾ കർത്താവോട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്കല്ലേ ആത്മാവിനെ കൈക്കൊണ്ടത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സ്വർഗാസ്വർഗവും 3-ാം സ്വർഗവും തമ്മിൽ വ്യത്യാസം. പരദീസയിലാണ് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ സഭയുടെ 1-ാമത്തെ രക്തസാക്ഷിയാകുന്ന സ്റ്റീഫൻ, അദ്ദേഹം കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയും കർത്താവ് യേശു എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് മരിക്കുകയും ചെയ്യുമ്പോൾ യേശു അവിടെ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് യേശു ഇരിക്കുന്നിടത്തേക്കല്ലേ ആത്മാവിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് 3-ാം സ്വർഗത്തിലല്ലല്ലോ, അത് സ്വർഗാസ്വർഗത്തിലാണല്ലോ ഈ തെളിവ് പ്രാപിക്കുന്ന എത്തുന്നുള്ളതാണ് ഒരു സംശയമായിട്ട് വന്നത്.
അവിടെ കർത്താവ് എഴുന്നേറ്റ് നിന്നു എന്നതിൻ്റെ അർത്ഥം കർത്താവ് തൻ്റെ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ല എഴുന്നേറ്റ് നിന്നത്. അങ്ങനെയല്ല, യേശു എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. നമുക്കറിയാം, സ്വർഗം തുറന്ന് അവൻ്റെ മുഖം കാണാറുണ്ട്. കർത്താവ് നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാം, ശൗലിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അപ്പോൾ കർത്താവ് എഴുന്നേറ്റ് നിന്നു എന്നതുകൊണ്ട് അതാ അർജൻസി അല്ലെങ്കിൽ ആ സന്ദർഭത്തെ കാണിക്കുകയാണ്. തൻ്റെ ഭക്തനായിരിക്കുന്ന സ്തെഫാനോസ് കല്ലേറ് കൊണ്ടപ്പോൾ അവൻ്റെ ശരീരത്തിൽ ആ വേദന അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവായിട്ടുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു. യേശു അനുഭവിക്കേണ്ട വേദനയാണ് സഭയെന്ന കല്ലുകൾ ഇന്ന് ഏൽക്കുന്നത്. നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ, നമ്മൾ വേദനപ്പെടുമ്പോൾ അവിടെ വാസ്തവത്തിൽ വേദനിച്ചത് ആർക്കാണ്? യേശുവിനാണ്. അതാണ് അവൻ്റെ ശരീരത്തിൽ കുറവായത് ഞാൻ എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കുറവെന്ന് പറഞ്ഞാൽ കർത്താവ് ശരീരത്തിൽ കുറവായിട്ടുള്ളതല്ല. യേശു എല്ലാവർക്കും വേണ്ടി അന്നുള്ള സകല മനുഷ്യ സകല പാവങ്ങളെയും കർത്താവ് ക്ഷമിച്ചു. എന്നാൽ ക്രിസ്തു ഒരിക്കലായിട്ടാണ് കഷ്ടം സഹിച്ചത്. എന്നാൽ ആ കഷ്ടം തീർന്നു പോയിട്ടില്ല, അത് നമുക്ക് ദൈവം തന്നിരിക്കുക. അപ്പം അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ നാമത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്ന ഈ സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ വേദനപ്പെട്ടത് യേശുവിനാണ്. അതുകൊണ്ടാണ് അവൻ അവിടെ എഴുന്നേറ്റത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിൻ്റെ കണ്ണിൻ്റെ മണിയെ തൊടുന്നു, കൺമണിയെ തൊടുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭക്തന്മാരെ തൊട്ടപ്പോൾ ഇവിടെ സ്തെഫാനസിനെ കല്ലെറിഞ്ഞെങ്കിലും ആർക്കാ വേദന വന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണത് വന്നത്. അതുകൊണ്ടാണ് അവനോട് എഴുന്നേറ്റ് നിന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കരുത്. നമ്മൾ സഹിക്കുന്ന സകല വേദനകളും ഭാരങ്ങളും അവൻ ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുമ്പോൾ അവനത് ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സ്തെഫാനസിനെ കല്ലെറിയുന്ന സമയത്ത് യേശുവോട് എഴുന്നേറ്റുന്നത്, അവൻ ആ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റുന്നത്, തൻ്റെ ഭക്തൻ്റെ മരണം, ആ വേദന അവനവൻ്റെ ശരീരത്തിൽ അനുഭവിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നിദ്ര പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയത് ദൂതന്മാർ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ കൊണ്ടുപോയത് മൂന്നാമത്തെ സ്വർഗത്തിലേക്കാണ്. ഇനി അതിന് തെളിവായിട്ട് നമ്മൾ നടത്തുന്നത് ഈ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച മൂന്നാം സ്വർഗത്തിന് യോഗ്യനായി തീർന്ന സ്തെഫാനോസ് ഇനി ഇവിടെ പറഞ്ഞിട്ടില്ല, മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ അത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. സ്വർഗാസ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയി എന്നുള്ളത് ഒരു ഞാനത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ മറു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സ്തെഫാനോസിനെ സ്വർഗാസ്വർഗത്തിലേക്കാണ് കൊണ്ടുപോയെങ്കിൽ പൗലോസിനെ സ്വർഗാസ്വർഗത്തിലേക്കല്ലോ എടുത്തത്. പൗലോസ് ആരായിരുന്നു? ദൈവസഭയുടെ തികവുള്ള വ്യക്തിയായിരുന്നു. പൗലോസ്, പത്രോസ് ഇവരൊക്കെ തികവുള്ളവരായിരുന്നു. അപ്പോൾ പൗലോസ് മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരിച്ചവനെ പോലെ ഇവരുടെ ആത്മാവിനെ എവിടെ വരെ കൊണ്ടുപോയത്? സ്വർഗാസ്വർഗത്തിലേക്കല്ല കൊണ്ടുപോയത്, മൂന്നാം സ്വർഗത്തിലേക്കാണ്. അപ്പോൾ പർദീസിലെ മൂന്നാം സ്വർഗത്തിലേക്കാണ് തികവ് പ്രാപിക്കുന്നത്. പൗലോസ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ തികവിലേക്ക് എത്തുന്നു. എനിക്ക് അപ്പോസ്തലൻ പറയാൻ യാതൊരു യോഗ്യതയുമില്ലെങ്കിലും കർത്താവിനെ ശരിക്ക് കുത്തി അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ അന്ന് സ്തെഫാനോസൊക്കെ അനുഭവിച്ചത് അത് മുഴുവൻ തൻ്റെ ശരീരത്തിൽ ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി കുഞ്ഞെന്നും പറഞ്ഞു. നീ അത് അനുഭവിച്ചേ മതിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ നേരുള്ളവനാക്കി, നീതിയുള്ളവനാക്കി, നിർമ്മലനാക്കി, വിശുദ്ധനാക്കി, വിശുദ്ധന്മാർ തികവുള്ളവനാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രാണൻ, ആത്മാവ് ശരീരത്തിന് വേർപെട്ടപ്പോൾ എടുക്കപ്പെട്ടത് സ്വർഗത്തിലേക്കല്ല എടുക്കപ്പെട്ടത് മൂന്നാമത്തെ സ്വർഗത്തിലേക്കാണ്, പർദീസയിലാണ് എന്നതിനെക്കുറിച്ച് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അത് എടുക്കപ്പെട്ടത് മൂന്നാം സ്വർഗത്തിലേക്കാണ്, പർദീസയിലേക്കാണ്. അപ്പോൾ പർദീസയിൽ
എന്ന സ്ഥലത്ത് 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളത് ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലും ആധികാരികതയിലുമാണ് നാം പഠിപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ പൗലോസിന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ അവന്റെ പ്രാണൻ എത്തിച്ചേർന്നു, അവന്റെ ആത്മാവ് എത്തിച്ചേർന്നത് സ്വർഗത്തിലേക്കല്ല, 3-ാം സ്വർഗത്തിലേക്കായതുകൊണ്ട് ഈ നിലവാരത്തിൽ മരിക്കുന്ന ഏത് മനുഷ്യൻ, ലോകത്തുനിന്ന് ഭക്തന്മാർ ആ പദവിയിൽ മരിക്കുന്നവർ ഇവിടുന്ന് വേർപിരിഞ്ഞാലും അവർ പൗലോസ് പോകുന്ന 3-ാം സ്വർഗത്തിലേക്കാണ് പോകുന്നത്, സ്വർഗത്തിലേക്കല്ല എന്നുള്ളത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ സംശയവും ദൂരീകരിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് അവിടെ പറഞ്ഞിട്ടില്ല എവിടേക്കാ പോയെന്നുള്ളത്. നമ്മൾ വിചാരിക്കും അവിടെ കർത്താവ് എഴുന്നേറ്റുന്നപ്പോൾ അവന്റെ പ്രാണനെ പക്ഷി പറന്ന് ചെല്ലുമ്പോൾ പിടിച്ച് അവിടെ കൂട്ടിവെക്കുന്ന പോലെ കർത്താവിന്റെ ആ സ്വർഗാസ്വർഗത്തിലേക്ക് വെക്കുകയല്ല ചെയ്തത്. പറന്നു വന്ന ഈ സ്തഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി ദൂതന്മാർ അവനെ കൊണ്ടുപോയപ്പോൾ കർത്താവ് അവിടെ എഴുന്നേറ്റ് നിന്ന് അവന് വേണ്ടി പർദീസയുടെ 3-ാം സ്വർഗം തുറന്നു കൊടുത്തു. അവൻ അവിടേക്ക് പ്രവേശിച്ചു. അതിനുശേഷം പൗലോസും പത്രോസും യോഹന്നാനും കർത്താവിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വങ്ങളെല്ലാം അവിടേക്കാണ് പ്രവേശിക്കുന്നത്. 3-ാം സ്വർഗത്തിലേക്ക് ആണ് പ്രവേശിക്കുന്നത്, അതല്ല സ്വർഗത്തിലേക്ക് അല്ല എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ 12-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗം എന്നുള്ളത് സ്വർഗമല്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കും. പറുദീസ ഒരിക്കലും സ്വർഗമല്ലല്ലോ. ഇങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 3-ാം വാക്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ്. ആ മനുഷ്യൻ എവിടെയോളം എടുക്കപ്പെട്ടു? പറുദീസയോളം എടുക്കപ്പെട്ടു. അല്ലെങ്കിൽ തർക്കിക്കാം, സംശയമുണ്ടാകാം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി 3-ാം സ്വർഗത്തിലോളം എടുക്കപ്പെട്ടു എന്നുള്ളത് സ്വർഗമല്ല, പറുദീസയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 12-ാം അധ്യായം 3-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുക. അല്ലെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ സംശയം മാറത്തില്ലായിരുന്നു. അപ്പോൾ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല. അപ്പോൾ ദൈവം അറിയുന്നു. അവിടെ മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. യഥാർത്ഥം ഇവിടെ നമുക്കൊക്കെ ഇപ്പോൾ ഉച്ചരിക്കാവുന്ന പല ഭാഷകളുണ്ട്, അതുകൊണ്ട്. പക്ഷേ അവിടെ മരണാനന്തര ആ ജീവിതത്തിൽ എത്തിപ്പെടുന്ന മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ചിന്തിക്കുന്നതായിരിക്കും അവിടെ തികഞ്ഞ ആരാധനയുള്ളത്. ഏതാരാധനയുള്ളതെന്നറിയാമോ? ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയിലുള്ള ആരാധന. ഇന്ന് നമ്മളതിനെ അന്യഭാഷ എന്നൊക്കെ പറഞ്ഞ് ഭൂമിയിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഈ മറുഭാഷ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഭാഷ, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ ഇവിടം വിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആരാധനയിലേക്ക് നമ്മൾ വീഴുന്നത്. നമ്മൾ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരുന്നത്. വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതി ചിന്തിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ചേരുന്നത്. അവിടെ ആരാധനയിൽ നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം. അവര് ദൈവത്തെ എന്ത് ചെയ്യാണ്? ഇവിടെ പറയുകയാണ്, മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്തതുമായ അവൻ കേട്ടപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഹിന്ദിയില്ല, ഇംഗ്ലീഷില്ല, തമിഴില്ല, ഹിബ്രു ഇല്ല, ഒരു ഭാഷയുമില്ല. പൗലോസ് പണ്ഡിതനായിരുന്നു, ഒരുപാട് ഭാഷയെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. റോമൻ ഭാഷ അറിയാമായിരുന്നു, ഹീബ്രു അറിയാമായിരുന്നു. അവന് ഒട്ടുമിക്ക ഭാഷകളൊക്കെ ജാതിയുടെ അപ്പസനെ അറിയാമായിരുന്നു. പക്ഷേ ആ ഭാഷയൊന്നും അവനോട് കേട്ടില്ല. അവൻ കേട്ടത് വ്യത്യസ്തമായൊരു ഭാഷയാണ്. അതാണ് സ്വർഗീയ ഭാഷ. അതിൻ്റെ ഒരു തുമ്പറ്റമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ അന്യഭാഷ എന്ന് പറയുന്നത് അത് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ പഠിച്ചില്ലേ? അക്ഷരം എ. ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞിട്ട് എയുടെ വലിയ പ്രാധാന്യം നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ ആൽഫബറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തോട് സംസാരിക്കുന്നത്
ഈ പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴാണ്. അതിലേക്ക് ഞാൻ രാത്രി കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ എത്തി. സ്വർഗാസ്വർഗത്തിലല്ല എത്തിയത്. സ്വർഗാസ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇതിന് മാറ്റം വരും. ഞാൻ വെളിപ്പാട് ദിവസം പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ സാറാഫുകളാണ് ആരാധിക്കുന്നത്. അവർ മാറിയിട്ട് 24 മൂപ്പന്മാർ ദൈവത്തിന് ചുറ്റും വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തുപോയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ പറുദീസയിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടുന്ന് ഡിപ്പാർട്ടറായിട്ടുള്ള ആത്മാക്കൾ. അവർക്ക് സമയവ്യത്യാസം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിൽ ആ ഒരു സംഘത്തോട് ചേരാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്കല്ല സ്തെഫാനോസ് പ്രവേശിക്കപ്പെട്ടത്. അവൻ ആദ്യത്തെ വ്യക്തിയായിട്ട് 3-ാം സ്വർഗത്തിലേക്ക് എത്തി എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ അവനോട് സദൃശന്മാർ, അവനോട് തുല്യതയുള്ള പുത്രത്വം പ്രാപിക്കുന്ന ഒരാത്മാക്കൾ ഇന്ന് മരിച്ചാൽ ഇവിടെ നിന്ന് എത്തിച്ചേരുന്നത് അവിടേക്കായിരിക്കും. ഈ ലോകത്തിൽ ദൂതന്മാർ ആത്മാക്കളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മളൊരു മണ്ണസ്ഥലത്ത് ചെല്ലുമ്പോൾ ഡെഡ് ബോഡി കിടക്കുന്നുള്ളൂ. പക്ഷേ ആ ഡെഡ് ബോഡിയിൽ നിന്ന് ഡിപ്പാർട്ടായിട്ടുള്ള സോള് അല്ലെങ്കിൽ അതിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയത് ദൂതന്മാരോട് വന്ന് കൊണ്ടുപോയി. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എത്ര മണ്ണ് നടക്കുന്നറിയാമോ? ഈ മരിക്കുന്ന സമയത്ത് അത് താഴേക്കും പോകുന്നുണ്ട്, മുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ദൂതന്മാരാണ് കൊണ്ടുപോകുന്നുള്ളത്. കർത്താവ് ലൂക്കോസ് സുവിശേഷം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് കാണാൻ കഴിയത്തില്ല, നമ്മുടെ കണ്ണുകൾക്ക് അഗോചരം. പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ, അകത്തെ മനുഷ്യൻ സ്വതന്ത്രമായി കഴിയുമ്പോൾ അവനിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഇതിനകത്ത് അടച്ചു വെച്ചിരിക്കുക ഭൂമി ജീവിപ്പാനുള്ള ഒരു ജീവിതമായിട്ട് നമുക്കറിയാം. കോഴിമുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക. ചലിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ജീവനുണ്ടോ? ജീവനുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷെ മുട്ടയുടെ തോടൊന്ന് പൊളിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ അകത്തുള്ള ജീവൻ ഒരു വെളിയിൽ വരും. അതുവരെ നമുക്ക് അതിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ അനക്കങ്ങളും ഒക്കെ കേൾക്കാം. അത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ. പക്ഷേ നമ്മുടെ തോടിയോടെ ഉപേക്ഷിക്കും. പറന്നു വീരുമ്പോൾ നമ്മൾ ഒച്ച വയ്ക്കും. അതെ, ഒച്ച വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം, നമ്മുടെ കാഴ്ച, ഇതെല്ലാം അനിത്യതയോടുള്ള ബന്ധത്തിൽ അകത്തെ മനുഷ്യന് മാറ്റം സംഭവിക്കും. അതുകൊണ്ട് അകത്തൊരു മനുഷ്യനുണ്ട് കേട്ടോ. അത് കോഴിമുട്ടയ്ക്കകത്ത് ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ പോലെയാണ്. ഒരു ദിവസം അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ വെളിയിൽ വരും. അത് വെളിയിൽ വന്നു കഴിയുമ്പോൾ അത് തുല്യമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, കൂടാരത്തിൽ നിന്ന്, ഈ കൂടാരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഭൗമിക കൂടാരത്തിൽ നിന്ന് പറന്നു വരും. അപ്പോൾ പറന്നു വരുമ്പോൾ സ്വർഗീയമായിട്ടുള്ളതാ പ്രാപിച്ചുകൊണ്ടാ പോകുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള നിലവാരത്തിലേക്കാണ് ഇവിടുന്ന് പറന്നു വരുന്നത്. അല്ലാതെ ആത്മാവെന്നുള്ള ശ്വാസമല്ല. ഒരകത്തൊരു മനുഷ്യനാണ്. കണ്ണുണ്ട്, ചെവിയുണ്ട്, മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും അതിനുണ്ട്. അത് അകത്തിരിക്കുകയാണ്. പുറമേ അതിൻ്റെ ചലനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലതിലേക്കാണ് പോകുന്നെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ അതിലേക്ക് പോകാൻ സാധിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ ദൈവത്തെ അവനെ കണ്ടെങ്കിൽ അന്ന് ദൈവത്തോട് സംസാരിക്കത്തക്കവണ്ണമുള്ള വലിയൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളാക്കിയാണ് കർത്താവ് ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഇന്ന് ചലിക്കുന്ന ചെറുതായിട്ടൊക്കെ ചലിച്ചും പറഞ്ഞും അന്യഭാഷയൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. അവിടെ എത്തിയപ്പോൾ പൗലോസ് മനസ്സിലാക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികമായിട്ട് എന്ത് ചെയ്യുന്നു? അന്യഭാഷയിൽ സംസാരിക്കുന്നു. അത് പറയുക, അവിടെ ചെന്നിട്ട് പറയുക, എനിക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത, മനുഷ്യർക്ക് പറയാൻ കഴിയാത്ത വാക്കുകളെ ഞാൻ കേട്ടെന്ന്. ഇവിടെ ഉണ്ടായിരുന്നപ്പം പറഞ്ഞ ഈ നമ്മൾ പറയുന്ന അന്യഭാഷയിൽ നിന്ന് എത്രയോ വ്യത്യസ്ത നേഴ്സറി പാട്ട് പോലെയാണോ ഒരു PhD ഇംഗ്ലീഷൊക്കെ എടുക്കാൻ പോകുന്നവർ സംസാരിക്കുന്നത്? ആണോ? അല്ല. നേഴ്സറിക്കാരൻ്റെ പാട്ടേ ഉള്ളൂ. നമ്മുടെ ഭൂമിയിൽ നേഴ്സറി പാട്ടാണ് പാടുന്നത്, അന്യഭാഷയൊക്കെ. പക്ഷേ ദൈവം നമ്മളെ തികവുള്ളവരായിട്ട് എടുത്തു കഴിയുമ്പോൾ അതിനെയാണ് തികവിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അന്യഭാഷ ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ പ്രാപിക്കണം. ദൈവത്തോട് കർത്താവേ, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയുടെ പ്രാരംഭാക്ഷരങ്ങൾ എന്നെ ഇവിടെ പഠിപ്പിക്കണമേ. ഇതുമായിട്ട് വേണം ഇവിടുന്ന് നമ്മൾ പോകാനായിട്ട്. ഓട്ടോ ആരെങ്കിലും ഇതൊരു അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം. കർത്താവിനോട് ചോദിച്ചാൽ ദൈവം നൽകും. ഇത് ഈ ആൽഫബറ്റൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെ പഠിച്ചെന്ന് പറയാ,
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവിടെ ഭയങ്കര രീതിയിലുള്ള സംസാരമുണ്ട്, വലിയ ഭാഷയുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ അന്യഭാഷ ദൈവത്തിൽ സംസാരിക്കുന്നവർ ബുദ്ധി അബലമാകുന്ന പറയുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയിൽ പാടുന്നവൻ ദൈവത്തോട് പാടുന്നു. മറ്റവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഭാഷാപരത്തെക്കുറിച്ച് പോകുന്നു, പോയി കഴിഞ്ഞാൽ അതേക്കുറിച്ച് സംശയം വരും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വ്യാഖ്യാനപരം വേറെ, കർത്താവിനോട് സംസാരിക്കുന്നത് വേറെ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുള്ളൂ, ഇത് ബേസിക് ആയിട്ടുള്ള ദൈവമായിട്ട് സംസാരിക്കാനുള്ള വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തികവിലേക്ക് എത്തുമ്പോൾ അവിടെ പരദീസയിൽ ദൈവത്തിൻ്റെ നമ്മൾ ലഭിക്കുന്ന ഗൈഡ് അനുസരിച്ചുള്ള നിലവാരത്തിലുള്ള ആരാധന ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പോയ അതേ സ്ഥലത്തേക്കാണ് സ്തെഫാനോസ് പോയത്. യേശുക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ആത്മാവിനെ സ്വീകരിച്ചെന്നുള്ളത് ആ സ്തെഫാനോസ് അനുഭവിച്ച വേദന യേശുവിൻ്റെ ശരീരത്തിലാണ് അത് ഏറ്റത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മേൽക്കുന്ന വേദനകളും നിന്ദകളും പരിഹാസങ്ങളും എന്ന് വിചാരിക്കരുത്, അത് ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. കർത്താവിന് വേണ്ടി നിന്നിട്ട് നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. നാം സഹിക്കുന്ന അപമാനങ്ങളും എല്ലാം വാസുദേവന്റെ ശരീരത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്, ദൈവസഭയ്ക്ക് തന്നിരിക്കുക. ദിവസങ്ങളിൽ കഷ്ടം സഹിച്ച് തികവുള്ളവരായി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതുകൊണ്ട് 2 സംശയങ്ങളും മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സാവകാശമുണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് സംശയം അത് തീർത്തുവിടേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇന്ന് രാത്രി അത് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാതെ പോകുന്നവരെ നമുക്കതിനെ കുറിച്ച് കൂടുതൽ അവരോട് തർക്കിക്കാൻ ഞാനില്ല എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടിനുള്ള ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ അതിനെ മറ്റേതെങ്കിലും ഭാഷ കൊണ്ടുവന്നിട്ട് ഹീബ്രുവിൽ അങ്ങനെയല്ല, ഗ്രീക്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ അവരോട് എനിക്ക് കൈവ് പറയാനേ വഴിയുള്ളൂ. നിങ്ങൾക്ക് ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിക്ക്, മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്ക്. ഇത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതായാലും സമുദ്രത്തിൽ മരണാനന്തരമുണ്ട്, സമുദ്രത്തിൽ നിത്യ യോഗ്യതയുള്ളവരാണ്, ജീവൻ്റെ പുസ്തകത്തിലുള്ളവരെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് അംഗീകരിച്ചാൽ എന്താ എത്ര ബുദ്ധിമുട്ട്, എന്താ പ്രശ്നം, എന്താണ് ഇത്ര കയ്യിൽ നിന്ന് ഊരിപ്പോകുന്നത്, എന്ത് സംഭവിക്കും? പല സത്യമല്ലേ അത്? ഇതുപോലെയാ പലരും രക്ഷിക്കപ്പെടാത്തത്. നമ്മൾ പിടിക്കുന്ന കടുംപിടുത്തം പോലെയാ പലരും കടുംപിടുത്തം പിടിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ പാരമ്പര്യം മതി, ഞങ്ങൾ അങ്ങനെ ആയിപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെടും, ഞങ്ങളുടെ പേരുണ്ട്, ഞങ്ങൾ കഥാപാലങ്ങൾ എടുക്കപ്പെടുന്നൊക്കെ അവരും പറയും. കാരണം അവരും ആ കടുംപിടുത്തം, പക്ഷേ ഒരു കാലത്ത് നമ്മൾ കടുംപിടുത്തം പിടിച്ചാൽ വിട്ടുകളഞ്ഞില്ലേ. അതുകൊണ്ട് ദിവസങ്ങളിൽ സത്യവചനം കേൾക്കുമ്പോൾ തെറ്റാണെങ്കിൽ അതിനെ എതിർക്കണം, ശരിയാണെന്ന് ആത്മാവിൽ ബോധിപ്പിച്ചാൽ ഉൾക്കൊള്ളണം. അതാര് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നുള്ളതല്ല. ഒരു കൊച്ചു കുഞ്ഞു പോലും ദൈവത്തിന് സത്യമാണ് പറയുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം. എത്ര വലിയ ആള് തെറ്റ് പറഞ്ഞാലും തെറ്റാണെന്നും മനസ്സിലാക്കുവാൻ ഇടയാകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും സംശയം ചോദിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സംശയം വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ആ സംശയങ്ങൾക്ക് കഴിവതും മനസ്സിലാകുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകി സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു എന്നറിയിച്ചുകൊണ്ട് ദൈവന്റെ പഠനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചത്, നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ മരണാനന്തരമുള്ള ബന്ധത്തിൽ മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ എന്നുള്ള 8 മരണാനന്തരകൾ ഉള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചപ്പോൾ ഈ മീതെയുള്ള പാതാളത്തിലുള്ളവരെ കുറിച്ചുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിനൊരു ആരംഭമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. അതാണ് യഥാർത്ഥമായ പഠനം, യഥാർത്ഥ കാര്യം അതാണ്. ആരംഭവും അവസാനമില്ലാത്ത എല്ലാം കഥകളാണ്. അതിനകത്ത് എന്ത് വേണം കൂട്ടിച്ചേർക്കാം, എന്ത് വേണം കുറയ്ക്കാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ആരംഭവും അവസാനവുമാകുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. അല്ലേ? വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരാരംഭമിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പര്യവസാനമുണ്ട്, പൂർത്തീകരണമുണ്ട്. ഇപ്പോൾ ഒരിക്കലും
കഥകൾ പോലെ ആരംഭാവസാനം ഇല്ലാത്തതല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കെല്ലാം തികവുള്ളതാണ്. അതിന് ആരംഭമുണ്ട്, അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അവസാനവുമുണ്ട്. ഇറ്റ്സ് നോട്ട് എ ട്രാജഡി. അതൊരിക്കലും ഒരു ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ ഒരു പരാജയത്തിൽ ചെന്ന് അവസാനിക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം മഹത്തരമായിട്ടുള്ളതാണ്. ചിലര് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് അതൊരിക്കലും നാശമാണെന്ന് വിചാരിക്കും. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയാൽ, ദൈവപ്രവൃത്തി വെളിച്ചമാണ്, അത് തുടങ്ങിയാൽ അത് അതിവെളിച്ചത്തിൽ അതിതേജസ്സിലെ അവസാനിക്കുകയുള്ളൂ, ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ പ്രവൃത്തി ഒന്നും കുറഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രി ദൂതായിട്ട് ഞാൻ പറയുക, ദൈവം നമ്മളിൽ തന്നതൊക്കെ വർദ്ധിച്ചു വരും. ദൈവം തന്നതൊക്കെ വർദ്ധിച്ചു വരും. എന്താ നമുക്ക് ദൈവം തന്നത്? നമുക്ക് ദൈവം സമാധാനം തന്നില്ലേ? ദൈവം നമുക്ക് സന്തോഷം തന്നില്ലേ? പക്ഷെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും തനിയാവർത്തനങ്ങൾ പോലെ. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ തലമുറകളിലേക്ക് വരാൻ സാധ്യതകളുണ്ട് അല്ലേ? കടഭാരങ്ങൾ, രോഗങ്ങൾ, വന്ധ്യതകൾ, അല്ലെങ്കിൽ ഇല്ലായ്മകൾ പലതും വരാറുണ്ട്. നമ്മൾ വിചാരിക്കും, ദൈവമേ അങ്ങ് തിരിച്ചിട്ട് എനിക്ക് പണ്ട് അനുഭവിച്ചതൊക്കെ എൻ്റെ തലമുറകളും അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇതിനകത്ത് ദൈവൻ പറയുക, ഇത് ജീവിതമാണ്, എല്ലാവരും കടന്നു പോകേണ്ട വഴിയാണ്. നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ തലമുറകളൊന്നും കർഷകരോട് പോകരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി അപ്പോൾ നേഴ്സറി മുതൽ പ്രത്യേക കെയറിങ് ഒക്കെ ചെയ്ത് നമ്മൾ എന്തെല്ലാം കരുതിയ കൊണ്ട് നമ്മൾ അനുഭവിച്ചൊന്നും അവർ അനുഭവിക്കരുത് നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ അവർക്ക് നമ്മൾ അനുഭവിച്ച ദാരിദ്ര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവരെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുമായിരിക്കും. പക്ഷെ എന്നാൽ വേറൊരു വിധത്തിൽ അവർ ദുഃഖം കഷ്ടം സഹിച്ചേ മതിയാകുള്ളൂ. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തനിയാവർത്തനങ്ങൾ പോലെ അത് എല്ലാവരിലേക്കും കഷ്ടത പടർന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ലോകത്തിലില്ല. എന്നെ കേൾക്കുന്ന, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെന്തെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറ അനുഭവിക്കരുതെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത്. അത് ഞാൻ അനുഭവിച്ചു എന്നൊരു തലമുറ അനുഭവിക്കരുത്. പക്ഷെ ദൈവം പറയാം അങ്ങനെയല്ല. അത് ദൈവം വച്ചിരിക്കുന്നതാണ് മനുഷ്യന് ദൈവത്തെ അടുക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തെ അറിയാൻ വേണ്ടി, ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി. കഷ്ടതയില്ലെങ്കിൽ ദൈവമില്ലെന്നേ, ദൈവത്തോട് അടുക്കത്തില്ല. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കഷ്ടമെല്ലാം ദൈവം തന്നിരിക്കിയാൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. രാത്രിയിൽ ഒരുപക്ഷെ പഴയ ജീവിതത്തിന്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തലമുറകളിൽ മേലത് വരുന്നല്ലോ എന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മ പറയുക, അത് ഒരിക്കലും നാശത്തിനായിട്ടല്ല, തകർത്ത് കളയാനല്ല, കൊല്ലുവാൻ വേണ്ടിയല്ല. ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്, നന്മ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ എത്രമാത്രം ബന്ധപ്പെട്ടാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ചില വിഷയങ്ങൾക്കൊന്നും പരിഹാരം ഇല്ലാതിരിക്കുന്നത് ദൈവത്തിന് അതിൻ്റെ അകത്ത് ഇടപെടാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളായിരിക്കും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ കർത്താവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് ദൈവത്തെ വിട്ടുകൊടുക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ആരാധിക്കുക. ഇന്ന് സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ തനിയാവർത്തനം പോലെ ജീവിതങ്ങളിൽ മേൽ വന്നു വീഴുന്ന വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ പറയുക, നീ ദൈവത്തെ വിട്ടുകൊടുത്താൽ അത് നിന്നെ കൊണ്ടത് പരിഹരിക്കാൻ കഴിയത്തില്ല, നമ്മളെ കൊണ്ടത് പരിഹരിക്കാൻ കഴിയത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് അത് പരിഹരിച്ചിരിക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ അവൻ വിചാരിച്ചു, ഞാൻ അലഞ്ഞതുപോലെ എൻ്റെ മക്കൾ അലയരുത്. അതിനുവേണ്ടി അവൻ അവിടെ സൂക്കോത്തിലെത്തിയപ്പോൾ കൂടാരമൊക്കെ പണിത് ആടിനെയൊക്കെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു. ദൈവം പറഞ്ഞു, പറിക്കടാ നിന്റെ കൂടാരം എന്ന് പറഞ്ഞു, നീ കരുതണ്ടെന്ന് പറഞ്ഞു. നീ ഇവിടെ സൂക്കത്തുണ്ടാക്കി കൂടാരം ഉണ്ടാക്കി അവിടെ നിർത്താനല്ല നിന്നെ കൊണ്ടുവന്ന് പറഞ്ഞു. കാരണം അവൻ വിചാരിച്ചത്, എന്നെ പോലെ ഒരു പരദേശിയായിട്ട് ഇങ്ങനെ അലയരുത് എൻ്റെ മക്കൾ. അവർക്ക് വീട് വേണം, അവർക്ക് ആടുമാടുകൾ വേണം, ധനം വേണം, ചിന്തകൾ അതുവരെ പ്രാണവേദനയായിരുന്നു, ഓട്ടമായിരുന്നു.
ഏശാവിനൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വിചാരിച്ച് ഇനി സമ്പാദിച്ചേക്കാം എന്നുള്ള വഴിയിലേക്ക് കർത്താവ് പറഞ്ഞോളാൻ പറഞ്ഞു. അവിടുന്ന് അടിച്ചു പറിപ്പിച്ച് എല്ലാത്തിനെയും കൊണ്ടുവന്ന കർത്താവ് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോകണമോ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ വിചാരിച്ചത് മക്കളെല്ലാം ഒരുമിച്ച് നിർത്തണമെന്നാണ് വിചാരിച്ചത്. യാക്കോബ് ഏശാവും തമ്മിലുള്ള ആ വിഷയങ്ങൾ തനിക്കറിയാമായിരുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾക്ക് ഉണ്ടാകരുതെന്നാണ് വിചാരിച്ചത്. തനിയാവർത്തനം എന്ന പോലെ പറയട്ടെ. സംഭവിച്ചോ? സംഭവിച്ചു. ഏശാവും യാക്കോബും തമ്മിലുള്ള വിഷയങ്ങൾ അറിയാവുന്ന യാക്കോബ് വിചാരിച്ചത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം എൻ്റെ തലമുറയ്ക്ക് വരരുത്. അത് അവൻ ശ്രദ്ധാലുവായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ യാക്കോബിൻ്റെ മക്കളെ ദൈവം ചിതറിച്ച് കളയാതെ അവരെ ഒരുമിച്ച് നിർത്തിയെങ്കിലും യാക്കോവും ഏശാവുമായിട്ടുള്ള വിഷയത്തെക്കാൾ എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള വിഷയമാണ് തനിയാവർത്തനം പോലെ അവൻ്റെ കുടുംബത്തിൽ വന്നത്. നിങ്ങൾ പറയാതെ ദോഷമായിരുന്നു, നന്മയായിരുന്നു. അത് നന്മയായിട്ട്. അതുകൊണ്ട് ഞാനിന്ന് രാത്രി പറഞ്ഞത്, നാം പലതും ആഗ്രഹിക്കും. ചിലരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എനിക്ക് സംഭവിച്ചത് ഒരു തിന്മയും ഞാൻ ഭാരപ്പെട്ടതൊന്നും എൻ്റെ തലമുറയ്ക്കുണ്ടാകരുതെന്ന് നാം ചിന്തിക്കുമ്പോൾ കഥ പറയും, നിന്റെ പ്ലാൻ അതൊക്കെയാണെങ്കിലും എനിക്ക് പഠിപ്പിച്ചെടുക്കാനുണ്ട്. അല്ലേ? പഠിപ്പിച്ചെടുത്തില്ലേ? നന്നായി പഠിപ്പിച്ചെടുത്ത് യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല തൻ്റെ മക്കളിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നുള്ളത്. പക്ഷേ ദൈവത്തെ ചിതറിച്ച് കളഞ്ഞില്ല. എത്ര നന്നായിട്ടാണ് ദൈവം നിർത്തിയെന്നറിയാമോ? യാക്കോബ് ഈ യോസഫ് എങ്ങാനും അവിടെ വെച്ച് ഞാൻ ആ യോസഫ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഈ 10 ഓടി ചെതറിപ്പോകുമായിരുന്നു. പിന്നെ അവന് മാത്രം അവിടെ അറിയത്തില്ല, ബാക്കിയോടെല്ലാം ചെതറിപ്പോകുമായിരുന്നു. അവരെല്ലാം പിടിച്ച് ഫറവോൻ്റെ ആൾക്കാർ ജയിലിടുമായിരുന്നു. പക്ഷേ അതിനെല്ലാം മഞ്ഞുരുകുന്ന പോലെ ഉരുക്കി അതിനെ മാറ്റിയിട്ടാണ് ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്ര കരുതലോടെയാണ് ദൈവ ദിവസങ്ങൾ ചെയ്യുന്ന ചില വിഷയങ്ങളുടെ മഞ്ഞുരുക്കുവാൻ, ചിലരുടെ കാര്യങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരത്തിനായി തിരുവാൻ ദൈവം ചില ജോസഫുമാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ദൈവമാവ് സംസാരിക്കുന്നത്, ചില ജോസഫുമാരെ ദൈവം ചില കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചില സഭകളിൽ ദൈവം കണ്ടിട്ടുണ്ട്. വേറെ ആയിരുന്നെങ്കിൽ അത്രയും വലിയ പദവി ഉണ്ടായിരുന്ന ഈ ജോസഫ് ഇവരെ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ ചെന്നേനെ, പിടിച്ചത് അകത്തിടാന്ന് പറഞ്ഞേനെ. പക്ഷെ അവൻ അകത്തിട്ട്, പക്ഷെ അവരുമായിട്ട് അടുത്തടുത്ത് വരാൻ വേണ്ടിയായിരുന്നു. അകന്നുപോയവരെ അടുപ്പിക്കാൻ വേണ്ടി ജോസഫ് എത്രമാത്രം ബുദ്ധിയോടെയാണ് ഇടപെട്ടെന്നറിയാമോ? അങ്ങനെയാണ് ഇടപെടേണ്ടത്. അകന്നു പോകുന്നവരെ നമുക്ക് അടുപ്പിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ നാം അവരെ അടുപ്പിക്കേണ്ട രീതിയിൽ അടുപ്പിക്കണം. ഞാൻ പറഞ്ഞത്, തനിയാവർത്തനങ്ങൾ പോലെ കുടുംബങ്ങളിൽ നിന്ന്, പാരമ്പര്യങ്ങളിൽ നിന്ന് തലമുറകളിലേക്ക് ഓരോ വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ രാത്രി കഥ പറയും, നിന്റെ ആഗ്രഹം അത് സംഭവിക്കരുതെന്ന. പക്ഷേ എനിക്കതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു നന്മയുണ്ട്. രാത്രിയിൽ എത്ര പേർക്ക് ദൂത് മനസ്സിലാകാൻ സാധിക്കും? നമ്മളെല്ലാം അതിനുവേണ്ടിയല്ലേ ബന്ധപ്പെടുന്നത്. അത് ഞാൻ അനുഭവിച്ച എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണമെന്നില്ലേ? അല്ലേ? കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നത്. ഇത് രാത്രി ദൈവം ആഗ്രഹിക്കുന്നതും. പക്ഷേ നമ്മൾ ചിലത് അനുഭവിച്ചേ മതിയാകുള്ളൂ. എങ്കിലേ കഷ്ടങ്ങളിൽ തികഞ്ഞ് അവനെ പോലെ നമുക്കാകാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇന്ന് എടുത്തതിൻ്റെ ഉദ്ദേശം, നമ്മുടെ കണക്കൂട്ടുകൾക്ക് അപ്പുറമായി ദൈവം ചിലത് കണക്കൂട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്നുണ്ട് കേട്ടോ. ശ്രേഷ്ഠമായത് കരുതുന്നുണ്ട് കേട്ടോ. അതെ, ദൈവത്തിൻ്റെ കരുതൽ ഇന്ന് രാത്രി വലുതാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസം ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യണം, മാറിയേ പറ്റുള്ളൂ, മരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മരിക്കാൻ, ജഡമരണത്തിന് വേണ്ടി ആദ്യമായി ദൈവം കണ്ടത് ഹാബേലിനെയാണ്. ഹാബേൽ എന്നതിൻ്റെ പേരിൻ്റെ അർത്ഥം ശ്വാസം, ആവി എന്നൊക്കെയാണ് ഹാബേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥമെന്നാണ് ഹിബ്രു വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏബൽ എന്ന് പറഞ്ഞാൽ, ഹാബേൽ എന്ന് പറഞ്ഞാൽ ശ്വാസം, ആവി, നിസ്സാരം എന്നൊക്കെയാണ് അതിൻ്റെ ഹീബ്രു പദത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. ശ്വാസമാണ്, ആവിയാണ്, നിസ്സാരമാണെന്നുള്ളതാണ്.
ഏബലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ എത്ര നിസ്സാരമായ ഒരു ജീവിതമായിരുന്നു പറഞ്ഞാൽ, ലഘുവായിട്ടെന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ജീവിതമായിരുന്നു. ഒരാവി പോലെ, ശ്വാസം പോലെ ആയിരുന്നു അവൻ. ശ്വാസം പോലെയായിരുന്നു. ജീവിതം ഒരു ആവി പോലെയാണ്, മനുഷ്യന്റെ ജീവിതം ഒരു ശ്വാസം പോലെയാണെന്ന് വെളിപ്പെടുത്താനാണ് ഹാബേൽ എന്നവന് പേരിട്ടത്. ഹാബേൽ ഹാബേൽ എന്ന് പറഞ്ഞാൽ ആവിയാണ്. മനുഷ്യന്റെ ജീവിതം ആവി പോലെയാണ്, ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഹാബേൽ ജീവിക്കേണ്ടവനായിരുന്നു, ദീർഘനാളുകൾ ജീവിക്കേണ്ടവൻ. പക്ഷേ അവന് പേരിട്ടപ്പോൾ ദൈവവാദത്തോടും ഹവയോടും പറഞ്ഞു, എൻ്റെ പേര് ശ്വാസം എന്നായിരിക്കണം, ആവിയായിരിക്കണം. നീ വിചാരിക്കുന്നത് ദീർഘായുസാണ് ചിന്തിക്കുന്നെങ്കിൽ ഇവന് ദീർഘായുസ് ഉണ്ടാകത്തില്ല. ഇവൻ ആവിയ, ശ്വാസമാണ്. അതിനും എനിക്ക് പദ്ധതിയുണ്ടെന്നാണ് ദൈവം വെളിപ്പെടുത്തിയത്. രാവി പോലെയല്ലേ ആബേൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്? ഒരിക്കലും അവൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചില്ല. വീട്ടിൽ ചില അല്ലറ വിഷയങ്ങൾ കൊണ്ടെന്ന് അറിയാമായിരുന്നു, യാഗം കഴിച്ചത് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇതൊരു കൊലപാതകത്തിലേക്ക് ചെന്നെത്തുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആദം വളരെയധികം സുരക്ഷിത ബോധമുള്ളവനായി തൻ്റെ മകനെ സൂക്ഷിക്കുമായിരുന്നു. യാക്കോബിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ, അതേ തൻ്റെ മറ്റ് സഹോദരൻ, തൻ്റെ മറ്റു മക്കൾ ഇവനെ അപായപ്പെടുത്തുന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബ് ഒരിക്കലും ജോസഫിനെ അയക്കത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഓരോരുത്തരെ അയക്കേണ്ട സമയത്ത് അവൻ ഭയപ്പെടുത്തി, ഭയമുണ്ടായി, അയക്കത്തില്ല എന്ന് പറഞ്ഞു. അവനെല്ലാ മക്കളെയും ഒരുപോലെയാണ് കണ്ടത്. ഒരു പ്രശ്നമുണ്ടാകത്തില്ലെന്ന് വിചാരിച്ചത്. ഒരിക്കലും യാക്കോബ് വിചാരിച്ചില്ല താൻ അയക്കുന്ന മകനെ അവര് കൊന്നുകളയുമെന്ന്, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുമെന്ന്. അങ്ങനെ അത് വിടത്തില്ലായിരുന്നു. ഇവിടെ ആദത്തിന് അറിയത്തില്ലായിരുന്നു, ഹവയ്ക്ക് അറിയത്തില്ലായിരുന്നു കയീൻ ഹാബേലിനെ കൊല്ലുമെന്ന്. പക്ഷെ അറിയാമായിരുന്നു വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പ്രശ്നം വരുമ്പോഴേ സൂക്ഷിച്ചോണം, അതിനെ പരിഹരിക്കേണ്ട രീതിയിൽ പരിഹരിച്ചോണം. അതൊരിക്കലും സാത്താൻ്റെ കയ്യിലേക്ക് പോകാനിടയാകരുത്. അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാണ്. ഇതിങ്ങനെ ദൈവം അനുവദിച്ചു കൊടുത്ത കാരണം ഇവൻ്റെ ശ്വാസമായിരിക്കണം, ആവിയായിരിക്കണം അവൻ്റെ ജീവിതം. ഞാനത് ദൈവത്തിൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിച്ച് പഠിപ്പിച്ച് പറയാറുള്ളത്, ഈ ഹാബേലിൻ്റെ ജീവിതം ഏകദേശം 120 വർഷമെന്നാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. കാരണം 120 വയസ്സാകും എന്ന് ദൈവം പഴയ നിയമത്തിൽ മനുഷ്യനെ ആയുസ് കുറച്ചപ്പോൾ ഈ ആയുസിലേക്ക് അവനെ കുറച്ചു. അവൻ്റെ എത്രയാണ് ഹാബേൽ ജീവിച്ച അത്രയും ആയുസിലേക്കാണ് ദൈവം ആയുസിനെ മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കി. എന്തായാലും അവൻ കുറച്ച് നാളെ ജീവിച്ചുള്ളൂ, ദീർഘായുസ് ഉണ്ടായിരുന്നില്ല, അവന് തലമുറ ഉണ്ടായിരുന്നില്ല, അവൻ മക്കളെ ജനിപ്പിച്ചില്ല, വിവാഹം കഴിച്ചിരുന്നില്ല. വളരെ ഒരാവി പോലെ അവൻ്റെ ജീവിതമായിരുന്നു, ശ്വാസം പോലെയായിരുന്നു. ദേവന് പേരിട്ട് പറഞ്ഞു, ഇവനൊരു ശ്വാസമാകട്ടോ, ഇവനൊരു ആവിയാ, ഇവൻ ശ്വാസം പോലെ പൊയ്പോകാനുള്ളതാ. അതിനെ നീ ഉദ്ദേശിക്കുന്ന പോലെ നിന്റെ വീട്ടിലൊന്നും നിൽക്കത്തില്ല, ആവിയാന്ന് പറഞ്ഞു. നീ പേരിട്ടോ, രണ്ടാമൻ ആവിയ, ശ്വാസമാണ്, അവൻ വേഗത്തിൽ പോകാനുള്ളതാ. അങ്ങനെ ഏബൽ എന്ന് പേരിട്ടു. അവൻ്റെ ശ്വാസം എടുത്തു കളയാൻ വേണ്ടി, അവനെ കൊന്നുകളയാൻ വേണ്ടി, അവൻ്റെ ഘാതകനായിട്ട് അവൻ്റെ സഹോദരനായിരിക്കുന്ന കയീൻ അവൻ ഒരുങ്ങി പുറപ്പെട്ട് അവനത് ആ കൃത്യം നിർവഹിച്ചു. പിണക്കങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തി. ആദ്യ കൊലപാതകനായിരിക്കുന്ന പിശാച് ആദിമ മനുഷ്യനെ അവൻ കൊലപാതകനായിട്ട് അവരെ ആത്മമരണത്തിൽ അവരെ തളച്ചു, കൊലപാതകം ചെയ്തു. ഒന്നാമത്തെ കൊലപാതകം എന്നുള്ളത് ആദമിനെ ഹവ്വയെയും ആത്മമരണത്തിൽ സാത്താൻ കൊന്നുകളഞ്ഞതാണ്. ജഡമരണം എന്നുള്ളത് ആണ് ഹാബേൽ സംഭവിക്കുന്നത്. ഹാബേലിനെ ജഡത്തിൽ കൊന്നുകളഞ്ഞപ്പോൾ ആത്മമരണമുണ്ട്, ജഡമരണമുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിത്യമരണവുമുണ്ട്. 3 മരണങ്ങളെക്കുറിച്ച് വേഗത്തിൽ നമ്മൾ ചിന്തിക്കാം. 1 ആത്മമരണം, 2 ജഡമരണം, 3 നിത്യമരണം. മനുഷ്യനെ ബാധിക്കാവുന്ന 3 മരണങ്ങൾ. വേറെ മരണങ്ങളൊക്കെ കൊണ്ടുപോട്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. 1 ഭാവിയിൽ ഭൂതകാലത്ത് സംഭവിച്ചൊരു മരണം നമ്മളെ പിൻപറ്റുന്നുണ്ട്.
ആദം പാപം ചെയ്തുകൊണ്ട് നാം എല്ലാവരും പാപികളായി തീർന്നു. നാമും പാപത്തിൽ ജനിച്ചു, പാപത്തിലൂടെ വളർന്ന മരണം നമ്മളെ കൈയടക്കി, ആത്മമരണത്തിലേക്ക് പോയി. ജഡത്തിൽ ജനിച്ച സകല മനുഷ്യനും അവൻ ആത്മമരണത്തിലേക്കാണ് നീങ്ങുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ അവനൊരു സാഹചര്യം ദൈവയുടെ ഭൂമിയിൽ ഒരുക്കി കൊടുക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ദൈവം മനുഷ്യൻ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. അതിനെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം പോകാനുള്ള സ്വാതന്ത്ര്യമല്ല ദൈവം തന്നത്. മടങ്ങി വരവിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യൻ നൽകിയിട്ടുണ്ട്. മടങ്ങി വരാൻ അങ്ങനെ കൃപയാൽ ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ അവങ്കിലേക്ക് മടങ്ങി വരാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയായിരുന്നു ഹാബേൽ. ദൈവനോട് സംസാരിക്കുമായിരുന്നു, ഇടപെടുമായിരുന്നു. കൈനോട് ദൈവം സംസാരിക്കുമായിരുന്നു. പാപം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. ദൈവം വ്യക്തമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവൻ ചെവിക്കൊണ്ടില്ല. അവന്റെ വാശിയും വൈരാഗ്യവും, അത് എനിക്ക് വലിയവനാകണം, ഞാൻ ഒന്നാമനാകണം എന്നുള്ള മത്സരം ആണ് തൻ്റെ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞത്. ദൈവമക്കളെ, നാം മത്സരികളാകരുത്, മത്സരിക്കരുത്. മത്സരിച്ചാൽ അരുതാത്തൊക്കെ അവിടെ സംഭവിക്കും. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിക്കരുത്, മക്കൾ തമ്മിൽ മത്സരിക്കരുത്. ഞാനാണ് മിടുക്കൻ, ഞാനാണ് കഴിവുള്ളവൻ എന്നുള്ള ചിന്തയാണ് പല കുടുംബങ്ങളെയും വല്ലാതാക്കി കളയുന്നത്. മത്സരം വരുമ്പോൾ കുറവുകൾ കണ്ടെത്തും. മത്സരിക്കുന്നവരെ കുറവ് കണ്ടെത്തുന്നത്. സ്നേഹമുള്ളവർ കുറവുകളെ എന്ത് ചെയ്യും? കാണത്തില്ല. അവരതിനെ പറയും, പക്ഷെ അത് കണക്ക് കൂട്ടി വെക്കത്തില്ല. കുറവുകളെ പറയാതിരിക്കത്തില്ല, പറയണം. പക്ഷേ എപ്പോഴും കുറവ് പറയുന്ന ഒരു വീട്ടിലാണെങ്കിൽ അവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവം സംസാരിക്കുന്നതാണെന്ന് അറിയത്തില്ല. എപ്പോഴും കുറ്റവും കുറവും പറയുന്ന ഒരു വീട്ടിൽ താമസിക്കാൻ തോന്നുമോ? എന്ത് ചെയ്താലും കുറ്റവും കുറവും മാത്രമേ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം ഐശ്വര്യമായി വാഴണം. പലരും മറ്റൊരാളുടെ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുക. ഈ കയ്യനും അതാ ചെയ്തത്. അവൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് എന്നെ ദൈവം പ്രസാദിച്ചില്ല? എൻ്റെ കുറവെന്താ? ഞാൻ യാഗം ചെയ്തില്ലേ? ഇവൻ ചെയ്തതുമായിട്ട് വ്യത്യാസം എന്താ? ഞാൻ അതിലേക്ക് ദീർഘിപ്പിക്കുന്നില്ല. അവിടെ മത്സരമുണ്ടായി. മത്സരം പകയായി മാറി. പക. ഓക്കെ, നമുക്ക് മത്സരങ്ങൾ ആവശ്യമാണ്. കോമ്പറ്റീഷനൊക്കെ നല്ലതാ. പക്ഷേ ഒരു കോമ്പറ്റീഷൻ പോലും പകയാകരുത്. ഞാൻ വളരെ വെറുക്കുന്നൊരു കാര്യമുണ്ട്. ഈ ചർച്ചകളിലൊക്കെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നുണ പറയുന്ന ആൾക്കാർ മാർക്ക് വാങ്ങിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. എന്തിനാ ഒരു ട്രോഫി വാങ്ങിക്കുന്നത്? എന്തിനു വേണ്ടിയാ? കള്ളത്തരം കാണിച്ചൊരു ട്രോഫി വാങ്ങിച്ചിട്ട് എന്ത് നേടാനായിട്ടാ? അങ്ങനെ ഒരു മത്സരത്തിന്റെ ആവശ്യകതയില്ല. ഓക്കെ, നീതിയുക്തമായ മത്സരങ്ങൾ ആവശ്യമാണ്. പക്ഷേ ടീമുകൾ തമ്മിൽ മത്സരം, അതിനകത്ത് പിന്നെ കള്ളത്തരങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും, പല യുവജന, പല സൺഡേ സ്കൂൾ, പല പ്രോഗ്രാമുകളിലും ഇന്ന് ലോകജാതികളെ പോലെ മത്സരിക്കുന്നവർക്കപ്പമായിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം എഴുതി വയ്ക്കും, ഇത് മത്സരത്തിന്റെ കപ്പാണെന്ന്, പകയുടെ കപ്പാണെന്ന്. നമുക്ക് വേണ്ട. നമുക്ക് അങ്ങനത്തെ മത്സരങ്ങൾ വേണ്ട. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ബോഷ്ക്കും കള്ളത്തരം പഠിപ്പിക്കരുത്. മാതാപിതാക്കൾ കൂട്ടുനിൽക്കരുത്. അധ്യാപകർ കൂട്ടുനിൽക്കരുത്. ഞാൻ പറയുന്നത് വളരെ വ്യസനത്തോടെയാണ് പറയുന്നത്. ചെറിയൊരു തുടക്കമാണ് വലിയ കാര്യത്തിലേക്ക്, തെറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അത് മുളയിൽ തന്നെ നുള്ളിക്കളയണം. നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ, നിങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ,
ബോഷ്കിന്റെ വിത്ത് അവരിൽ വിതയ്ക്കാൻ പാടില്ല. സത്യത്തിന്റെ വചനമേ അവർക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ഈ കുടുംബത്തിൽ മത്സരവും പകയായി മാറി. അവൻ പകച്ചു. ഇവരെന്ത് ചെയ്തു? വയലിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു. കൊന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ അവന്റെ രക്തം അവിടെ ചിന്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവനെ കഴുത്ത് ഞെക്കി കൊന്നില്ല, ശ്വാസം മുട്ടിച്ചല്ല കൊന്നത്, അവന്റെ രക്തം അവിടെ നിലത്ത് വീണു. അതിനർത്ഥം അവൻ ഏതെങ്കിലും നല്ല ഒരു വസ്തു എടുത്ത് ഇവന്റെ ഇങ്ങനെ രക്തം ചിഹ്നത്തേക്ക് കൊന്നിട്ടുണ്ട്. അപ്പോൾ സാത്താൻ പറഞ്ഞു കൊടുത്തടാ, ഇവൻ മരിക്കണമെങ്കിൽ ഇവനുള്ള ജീവൻ രക്തം ഒഴുകിപ്പോയാൽ മരിച്ചോളും. അങ്ങനെ അവനെ കൊന്നതുകൊണ്ടാണ് ഉൽപ്പത്തി 4:11 പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ദൈവം കൽപ്പിച്ചു. ഒരുത്തനെ നീതീകരിച്ച് ശ്രേഷ്ഠമേറിയ ഒരു കണ്ണിയാക്കി ദൈവം മാറ്റിയപ്പോൾ ആദത്തിന്റെ സന്തതിയിൽ 2 മക്കൾ, വേറെ നിരവധി മക്കളുണ്ടായിരുന്നു. പേര് പറയപ്പെട്ട മക്കൾ 3 മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കയീൻ, ഹബേൽ ആൻഡ് ശേത്ത്. മറ്റ് നിരവധി പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളോ അവനുണ്ടായിരുന്നു. ചില ചോദിക്കും, സഹോദരിയാണോ കല്യാണം കഴിച്ചത് അതോ എങ്ങനെയാണെന്നൊക്കെ ചിന്ത വരും. പക്ഷേ ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിരവധി സഹോദരന്മാർ ഈ പറയുന്ന കയീനും ഹാബേലിനും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പേര് എഴുതി വെച്ചത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് കയീനുണ്ടായിരുന്ന ആദത്തിന് 3 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കരുത്. ഒരുത്തൻ മരിച്ചുപോയി, 2 പേര്. അങ്ങനെയല്ല. അവൻ ജീവിച്ചിരുന്ന മക്കളെ ജനിപ്പിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ പറയരുത്. എവിടെയാണ് പിന്നെ കയീന് ഭാര്യയെ കിട്ടിയത് എന്നൊക്കെയുള്ള ചിന്ത വരും. ഈ പ്രാരംഭ സമയങ്ങളിൽ നിയമം മുഖാന്തരം വിവാഹത്തിന് ദൈവം നിയമം വെച്ച് അത് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് നിയമം വരുന്ന വലിയ പാവമല്ലായിരുന്നു. അത് പാവമായിരുന്നെങ്കിൽ പാവമായി കണക്കിട്ടിരുന്നില്ല. അത് പാവമായിരുന്നു, പക്ഷേ നിയമം വരുമ്പോഴും അത് പാവമായി കണക്കിട്ടിരുന്നില്ല എന്നാണ് റോമർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ദൈവം കണക്കിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാവമായി. അപ്പം അതുകൊണ്ടാണ് അന്ന് മുതലാണ് ദൈവം അതിനെ ന്യായപ്രമാണയുഗത്തിലാണ് അതിനെ കണക്കിട്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. രക്തസംബന്ധമുള്ളവർ തമ്മിൽ വിവാഹം പാടില്ല എന്നുള്ളത് ദൈവം വിലക്കിയത് ന്യായപ്രമാണം മുഖാന്തരമാണ്. നേരത്തെ അത് പാവമായിരുന്നെങ്കിലും ദൈവം വിലക്കാത്തതുകൊണ്ട് അത് പാവമായി കണക്കിടുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അത് സംഭവിച്ചു പോയത്. ചിലർക്ക് സംശയമുണ്ട്, എവിടുന്ന കയീന് ഭാര്യയെ കിട്ടിയെന്നൊക്കെ ചോദ്യം വരും. അത് തന്നെ ആദത്തിന്റെ മക്കൾ തന്നെയായിരുന്നു. ആദത്തിനും ഹവ്വയ്ക്കും ജനിച്ച മക്കൾ വേഗത്തിൽ അവിടെ വംശവർദ്ധനം ഉണ്ടായി. വളരെ വേഗത്തിൽ മക്കൾ ജനിച്ചു. അവിടെ നിന്നാണ് കയീന് ഒരു ഭാര്യയെ കിട്ടിയത്. അവളുമായിട്ട് അവൻ നോർദേശത്തേക്ക് ഓടിപ്പോയി. അവൻ്റെ തലമുറ ഉണ്ടായി. പക്ഷെ ഇവിടെ മരിച്ചു വീണ നീ അവൻ്റെ രക്തം ചിന്തിയല്ല മരിച്ചെങ്കിൽ പോലും ജീവൻ വേർപെട്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ രക്തം എന്നുള്ളത് പറഞ്ഞ് ജീവനെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവൻ കൈവശപ്പെടുത്തി. ഹാബേലിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ അവനെന്ത് ചെയ്തു? ഈ കയീൻ അധികാരം ഉപയോഗിച്ച് അവൻ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ നിനക്കില്ലാതാക്കാൻ കഴിയത്തില്ല. നിനക്കവനെ ജഡത്തിലേക്ക് കൊല്ലാൻ കഴിയത്തുള്ളൂ. കയീനെ നിനക്ക് ദേഹിയെ കൊല്ലാൻ കഴിയത്തുള്ളൂ. നിനക്ക് ദേഹത്തെ കൊല്ലാൻ കഴിയത്തുള്ളൂ. ദേഹിയെ കൊല്ലാൻ നിനക്ക് കഴിയത്തില്ല. അവൻ്റെ ആത്മാവിനെ തോന്നാൻ കഴിയത്തില്ല. എന്നാണ് കർത്താവ് പറഞ്ഞത്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദേഹിയെ കൊന്നിട്ട് അധികമൊന്നും ചെയ്യാത്തവനെ ഭയപ്പെടേണ്ട. അതിൻ്റെ അർത്ഥം ഈ സാത്താന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമ്മുടെ ശരീരത്തിരിക്കുമ്പോൾ മാത്രമേ പറ്റുകയുള്ളൂ. അതിനപ്പുറമായിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കഥ പറഞ്ഞു, ദേഹത്തെയും ദേഹിയെയും കൊന്നിട്ട്
അഗ്നിനരകത്തിൽ തള്ളിക്കളയാൻ കഴിവുള്ളവനുണ്ട്. അവനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഈ പിശാചാകുന്ന ലോകത്തിന്റെ ദൈവം കയീനെ കൊണ്ട് ആദ്യത്തെ ജഡമരണം നടത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കവനെ അവന്റെ ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ അവന്റെ ദേഹി അവന്റെ ആത്മാവിനെ തൊടാൻ കഴിയത്തില്ല, അതെൻ്റെതാണ്. അതുകൊണ്ടാണ് ഈ അവിടെ നിന്ന് നിലവിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാബേലിന്റെ രക്തം നിലവിളിച്ചു. ആദ്യത്തെ നിലവിളി, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കരച്ചിലുണ്ടാകും, പക്ഷെ ഒരു മരണസമയത്തുള്ള നിലവിളി ശബ്ദമുയർന്നത് ഹാബേലിന്റെ ശബ്ദമായിരുന്നു. ആരോടെ നിലവിളിച്ചെന്നറിയാമോ? അവൻ ഭക്തനായതുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. അതുകൊണ്ടാണ് നീതിമാനായിരിക്കുന്ന ഹാബേൽ മരിക്കുവാൻ ദൈവം സമ്മതിച്ചു കൊടുത്തത്. ഒന്നാമത്തെ ജഡമരണം സംഭവിച്ചപ്പോൾ അത് ദൈവം അനുവദിച്ചു കൊടുക്കാൻ കാരണം പലരും ചിന്തിക്കും, എന്തുകൊണ്ട് കയീനല്ലേ മരിക്കേണ്ടത്, ദുഷ്ടനല്ലേ മരിക്കേണ്ടത്, ഹാബേൽ ജീവിക്കേണ്ടിയിരുന്നല്ലോ, ഹാബേലിലെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോയെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു, ഇവൻ ജഡത്തിൽ കൊല്ലുന്ന പ്രവൃത്തി ചെയ്യുന്നവനാ. ജഡത്തിൽ കൊന്നുകളയുമ്പോൾ ആദ്യത്തെ ആത്മാവ് അത് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും ദൂതന്മാർ കൊണ്ടുപോയി നരകത്തിലോ പാതാളത്തിലോ തള്ളിയിടാൻ പാടില്ല. ആരാണോ സൃഷ്ടിച്ചത് അവന്റെ കരങ്ങളിൽ തന്നെ ആദ്യത്തെ വിക്കറ്റ് വരണം. ഒന്നാമത് മരിച്ചുപോയ മനുഷ്യൻ ദുഷ്ടനായിരുന്നെങ്കിൽ, കയീനായിരുന്നെങ്കിൽ സാത്താൻ അട്ടഹസിച്ചേനെ. ഒന്നാമത്തെ ആത്മാവ് ആര് കൊണ്ടുപോയി? അവന്റെ കസ്റ്റഡിയിലേക്ക് പോകും. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു കർത്താവ് ആരംഭമാണ്, അവസാനമാണ്. അവൻ ആരംഭമിടും, അവസാനമിടും. ദേഹത്തെ നീ കൊന്നു, പക്ഷേ അവൻ അസ്തമിക്കത്തില്ല. അവന്റെ ജീവൻ എന്നോടാ നിലവിളിക്കുന്നത്, അവന്റെ ആത്മാവ് എന്നോട്, അവന്റെ പ്രാണനും ആത്മാവ് ഒരുമിച്ച് നിലവിളിക്കുക, ഒന്നായി തീർന്നിട്ട് ദൈവത്തോട് നിലവിളിക്കുക. ഈ ജീവൻ ആത്മാവിലുണ്ട്. അത് വേർപെട്ടതാണെങ്കിലും ഒന്നായിട്ടാണ് ഇരിക്കുന്നത്, രണ്ട് സ്ഥലങ്ങളിലേക്കല്ല പോകുന്നത്. ആത്മാവും ജീവനും ശരീരത്തിന് വേർപെടുമ്പോൾ ഒന്ന് തന്നെയാണ്. ഒന്ന് ആത്മാവ്, അത് അതിനോട് അകത്തുള്ളതാണ് ജീവൻ. അത് വിശുദ്ധന്മാർക്ക് മാത്രമേ ഈ ആത്മാവെന്ന ഭാഗമുള്ളൂ. വിശുദ്ധരല്ലെങ്കിൽ, ദുഷ്ടരാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രാണൻ മാത്രമേ ഉള്ളൂ, ദേഹി മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അംശം ഒരിക്കലും നരകാഗ്നിയിൽ പോകത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ദേഹിയിലുള്ള ആത്മാവെന്ന ഭാഗം ഡിപ്പാർട്ട് ചെയ്യും, അത് അണയും, വിവേകം അത് നഷ്ടപ്പെട്ടു പോകും, വിളക്കണയും, ദൈവത്തെങ്കിലേക്ക് പോകും. മടങ്ങി വരുമ്പോഴാണ്, മാനസാന്തരപ്പെടുമ്പോൾ വീണ്ടും അത് പ്രകാശിക്കുക. ഒരിക്കലും ദൈവത്തിന്റെ അംശമാകുന്ന ആത്മാവ്, ദൈവത്തിന്റെ വിവേകം ഒരു നാളും നിത്യനരകാഗ്നിയിലേക്ക് പോകത്തില്ല. അപ്പോൾ ഈ ആത്മാവും പ്രാണനും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളിൽ മാത്രമാണ് ഇത് തമ്മിൽ വേർപിരിക്കുന്നത്. ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിൽ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയുള്ളതായിട്ട് ഇതിനെയെല്ലാം വേർപെടുത്തും. ദേഹം ദേഹി ആത്മാവിനെ വേർപെടുത്തും ദൈവജനമാണ്. അല്ലെങ്കിൽ ഈ ആത്മാവെന്ന ഭാഗം ഇല്ല, അത് മനുഷ്യന് ഉറങ്ങിക്കിടക്കുന്ന കെട്ടുപോയൊരു വിളക്കാണ്. അതിനെ കത്തിക്കാനുള്ളതാണ് ആത്മാവ്. അത് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗമാണ്. ദുഷ്ടന്മാർക്ക് ഈ ആത്മാവെന്നുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രാണനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുമിച്ചാണ്, അതിൻ്റെ അകത്ത് ദേഹം മാത്രമേ ഉള്ളൂ. എന്നാൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള ആത്മീയ ജീവനുമുണ്ട്. അത് ധാരാളമായിട്ടുള്ളവരുണ്ട്. നമ്മളിലത് 30 മേനിയിലുള്ളവരുണ്ട്, 60 മേനിയിലുള്ളവരുണ്ട്, 100 മേനിയിലുള്ളവരുണ്ട്. ഇതിനെയാണ് നിരകൾ എന്ന് പറയുന്നത്, വിശുദ്ധന്മാരുടെ നിരകൾ എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ നേരെ തിരിച്ചാണ്.
ഈ പ്രാണൻ, ജീവൻ എന്തെല്ലാം ശരീരത്തിൽ നമ്മൾ ചെയ്യുന്നു, അത് ഭാവിയാണോ കഠിനഭാവിയാണോ എന്നുള്ളത് ദേഹിയെ ദൈവം ചെയ്യും. അതനുസരിച്ചാണ് കർത്താവ് ശിക്ഷിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ദൈവം വിഭജിക്കുന്ന ഇങ്ങനെയാണ്: ഇവൻ ഭാവിയാണോ കഠിനഭാവിയാണോ. അവൻ ദേഹമുണ്ട്, ദേഹിയുണ്ട്. ദേഹത്തെ എവിടെ ഇട്ടിട്ട് പോകും? ദേഹിയിൽ ഉള്ളത് ഇരുളിൻ്റെ എത്ര ഭാഗമുണ്ട് എന്നുള്ളത് ദൈവമാണ് തൂക്കി നോക്കുന്നത്, മനസ്സിലാക്കുന്നത്. അവനെ ഭാവിയാണോ കഠിനഭാവിയാണോ നോക്കിയിട്ട് ഭാവിയാണെങ്കിൽ അധമപാതാളത്തിലേക്ക് തള്ളും. അവൻ കഠിനഭാവിയാണെങ്കിൽ നരകത്തിലേക്ക് തള്ളും, അഗ്നിനരകമല്ല. വളരെ ശ്രദ്ധിക്കണം. ഹെൽ ആൻഡ് ഹെൽ ഫയർ തമ്മിൽ വ്യത്യാസമുണ്ട്. അഗ്നി നരകം എന്നുള്ളത് അത് എന്നേക്കും നിത്യമരണത്തിലുള്ള രണ്ടാമത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ് പറഞ്ഞിരിക്കുന്നത്. 15 സംഖ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ ഓഹരി തീയും ഗന്ധകവും അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 സംഖ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഓഹരി അതായിരിക്കും. നമ്മുടെ ഓഹരി തീയും ഗന്ധവുമല്ല. തീയും ഗന്ധവും കത്തുന്നത് എവിടാ? അഗ്നിനരകത്തിലാണ്. അവിടെ ഉഷ്ണക്കാറ്റാണെന്നാണ് 11-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓഹരി അതാണെങ്കിൽ 11-ാം സങ്കീർത്തനം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിലുള്ളവരുടെ മുഖം കാണുന്ന, ആശ്വാസം പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തോട് അടുത്ത് വരാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ അവൻ്റെ ഓഹരി, അതിൻ്റെ 11-ാം വാക്യം, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. ഈ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ അവന് കിട്ടുന്ന ഓഹരി ഇതാണ്: തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും. ഇവിടേക്കാണ് ഇതിനെയാണ് അഗ്നിനരകം എന്നുള്ളത്. തീയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യ, ഗന്ധക പൊയ്യുക. അതാണ് ദുഷ്ടന്മാരുടെ ഓഹരി. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ അറിയോ? യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരിലുള്ളവർ അവൻ്റെ മുഖം കാണും. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭാഗ്യകരമായ അവസ്ഥയിലേക്കല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നാം ഈ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് പോകേണ്ടവരായിരുന്നു, ഉഷ്ണക്കാറ്റെ കണ്ടവരായിരുന്നു. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ശാശ്വതമായിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് കൊണ്ടുവന്ന, ജീവജല നദിയിലേക്ക് കൊണ്ടുവന്ന നല്ല ഇടയനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് നല്ല ഇടയൻ 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഇടയൻ നമ്മളെ പച്ചയായ പുൽപ്പുറം നടത്തുന്നു, അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് തന്നെ നടത്തുന്നു. പക്ഷേ ദുഷ്ടന്മാർ അവിടെ എത്തിച്ചേരുന്നത് ഉഷ്ണക്കാറ്റിലേക്കാണ്. അവിടെ എവിടേക്ക് പോകണമെന്നുള്ളത് ഒരു മനുഷ്യൻ തീരുമാനിക്കാം. നമ്മുടെ മനസ്സാക്ഷിയെ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ മുഖം കാണണമോ അതോ ഉഷ്ണക്കാറ്റുള്ള നിത്യനരകാഗ്നിയിലേക്ക് പോകണമോ എന്നുള്ളത് ഓരോ മനുഷ്യനും തീരുമാനിക്കാനുള്ള. അപ്പോൾ ഹാബേലിനെ കൊന്നപ്പോൾ അവൻ്റെ ആത്മാവ്, ജീവൻ നിലവിളിച്ചു ദൈവത്തോട്. ദൈവം അപ്പോൾ അവനെ കൊണ്ടുപോയ സ്ഥലത്തിൻ്റെ പേരാണ് പാതാളം എന്നുള്ളത്. പക്ഷെ ഈ പാതാളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വെറുപ്പും എതിർപ്പും ഒക്കെ ഉണ്ടാകും. നീതിമാന്മാരെ കൊണ്ട് ഈ പാതാളത്തിൽ വെച്ചോ? അത് പാരഡൈസ് അല്ലേ, പറുദീസയല്ലേ? ചിലർ ഭൂമിക്കടിയിൽ പറുദീസയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും പറുദീസ ഒന്നും ഉണ്ടാക്കണ്ട. പാതാളത്തിലേക്കാണ് പോയത്. പക്ഷേ പാതാളത്തിലേക്ക് പോയി 2 സ്ഥലത്തിലേക്കാണ് പോയെന്നുള്ള വ്യത്യസ്തം മാത്രമേ ഉള്ളൂ. ഇനി അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ 2-3 തെളിവ് വേഗത്തിൽ തരാം. ഇപ്പം ചിലർ അവിടെ താഴെ ഭൂമിക്ക് കീഴിൽ പറുദീസയുണ്ടെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഭൂമിക്ക് കീഴിൽ ഒരു പറുദീസയുമില്ല. ഭൂമിക്ക് കീഴിൽ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന, ഭൂമിക്ക് കീഴിലുണ്ട്. അവിടെ മീതെയുള്ള പാതാളമുണ്ട്, അധമപാതാളമുണ്ട്, നരകമുണ്ട്, പിന്നെ ഇതിനിടയിൽ അഗാധമുണ്ട്, അഗാധ കൂവമുണ്ട്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭക്തന്മാർ മരിക്കുമ്പോൾ പഴയ നിയമത്തിൽ അഥവാ ലോകാരംഭം മുതൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെ പോയ വിശുദ്ധന്മാരെല്ലാവരും അവർ പോയത് പാതാളത്തിലേക്കാകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആദ്യമായി പാതാളം എന്നുള്ള വാക്ക് ഉച്ചരിച്ചത് ഇസ്രായേലിൻ്റെ ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബാണ്. യാക്കോബ്
ഉൽപ്പത്തി പുസ്തകം 37-ാം 35-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാഴ്ചപ്പാടുള്ളവനാ, പക്ഷെ ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. മകൻ എവിടെ പോയെന്ന് പറഞ്ഞു കൊടുത്തില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, എനിക്കെല്ലാം വെളിപ്പെടണം, എനിക്കെല്ലാം വെളിപ്പെടണം, എനിക്കെല്ലാം വെളിപ്പെടണം. നിനക്കെല്ലാം കൂടെ വെളിപ്പെട്ടാൽ ഇവിടെ ഒറ്റ ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കരുത് കേട്ടോ. എനിക്കെല്ലാവരെയും പഠിക്കാൻ കൊടുക്കണം, എനിക്കെല്ലാം വെളിപ്പെട്ടതാണ്. എല്ലാവരും വെളിപ്പെട്ട യാക്കോബിന് ദീർഘദർശിയുള്ളവനാ, പക്ഷെ എല്ലാം വെളിപ്പെടുത്തി കൊടുത്തില്ല. പറയുകയാണ്, നിന്റെ മകനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറയത്തില്ലായിരുന്നോ? പറഞ്ഞു കൊടുത്തില്ല. നീ ദുഃഖം അനുഭവിക്കേണ്ടത്, നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എന്നടുത്താന്ന് പറഞ്ഞു കൊടുത്തില്ല. അത് മർമ്മമാണ്, വെളിപ്പെടുത്തി കൊടുത്തില്ല. ചില പറയുന്ന നമ്മൾ വിശ്വാസമാണ് എല്ലാം വെളിപ്പെട്ട് കിട്ടണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും ജീവിതത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് മറച്ചു വെച്ചിരിക്കുന്നത്. അതിനായിട്ട് സ്വതന്ത്രം ചെയ്യാം. കൂട്ടത്തിൽ നടക്കുന്നവരെല്ലാം സ്നേഹിക്കുന്നതാണോ വിചാരിക്കുന്നത്? ആണോ? എല്ലാവരുടെയും ഹൃദയത്തെ ഒന്ന് യഥാർത്ഥമായിട്ട് ഒരു ടെലിവിഷൻ സ്ക്രീൻ പോലെ പ്രദർശിപ്പിച്ചാൽ നമുക്കറിയാം മനുഷ്യ ആരാണെന്നുള്ളത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, കൂടുതലൊന്നും വെളിപ്പെടുത്തലായിരിക്കുന്നത്. മക്കൾ 11 ഉണ്ടായിരുന്നില്ല അവിടെ. എല്ലാം ഇന്നാന്ന് യാക്കോബിന് ദീർഘദർശി കൊടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ദൈവം വെളിപ്പെടുത്തി. പക്ഷേ ഇവന് ദീർഘദർശി ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ 37-ാമത്തെയും 35-ാം വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. 37-ന്റെ 35 പറഞ്ഞു, അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കുവാൻ വന്ന്. ആരാ വന്നത്? ഈ പണിയെല്ലാം ഒപ്പിച്ചവരെ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാം വന്ന് ആശ്വസിപ്പിക്കാൻ വരുമ്പം അവനെ പാതാളത്തിട്ട് അവൻ്റെ കൈ ഈ യാക്കോബിന്റെ തോളെ തട്ടി, പപ്പ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ചിലർ വേണമെങ്കിൽ യാക്കോബിന്റെ കണ്ണ് തുടച്ചിട്ടുണ്ട്, എൻ്റെ പപ്പ കരയരുത് കേട്ടോ. അന്നേരം ദൈവാത്മ വെളിപ്പെടുത്തി കൊടുക്കുക, ഇവന്റെ കൈയാണ് അവനെ അങ്ങോട്ട് എറിഞ്ഞത്. എവിടെ ഇട്ടതാ? വെള്ളമില്ലാത്ത, അവനെ ഇട്ടത് സത്യത്തില് കുഴിയിലായിട്ടെങ്കിലും ദൈവയുടെ വെള്ളത്തെയൊക്കെ മാറ്റിയിരുന്നു. വെള്ളമില്ലാത്തൊരു കിണറ്, അത് ഹിംസജന്തുക്കളൊന്നും ഇല്ലാത്തൊരു കിണറ് അവിടെ ദൈവം കരുതി വെച്ചിരുന്നു. പക്ഷെ ആശ്വസിപ്പിക്കാൻ വന്നവരാരാ? ഇത് ചെയ്തവരാ. അവന്റെ മക്കളും അവന്റെ പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. യാക്കോബ് പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നാ പറഞ്ഞെങ്കിൽ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ ആത്മാവെ വിളിച്ചു പറയട്ടെ, അവരെന്തും എഴുതി വെച്ചോട്ടെ. പക്ഷേ യാക്കോബ് പറഞ്ഞത് പാതാളം എന്ന് പറയുന്നത്, ഷിയോൾ എന്ന് പറഞ്ഞ ഹേഡസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മീതിയുള്ള പാതാളത്തിലേക്കായിരുന്നു. ഒരൊറ്റ മനുഷ്യൻ പോലും പറുദീസിലേക്ക് പോയിരുന്നില്ല. പറുദീസിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യന് പറുദീസിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യേശു യാഗമായി തീരേണ്ട ആവശ്യമില്ലായിരുന്നു. സ്വർഗീയ തേജസ്സിന്റെ ഇമ്പങ്ങളിലേക്ക് നയിക്കാൻ മനുഷ്യന്റെ കഴിവ് കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും പ്രമാണം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യേശു യാഗമായി തീരേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് പാതാളത്തിൽ ബദ്ധന്മാരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടേക്കാ പോയത്? പാതാളം എന്ന വാക്യം ആദ്യം പറഞ്ഞതാരാണ്? ആരാ പറഞ്ഞത്? പറഞ്ഞത് യാക്കോബ പറഞ്ഞു, ഞാൻ എവിടേക്ക് പോകും? യോസഫ് നല്ലവനാണെന്നറിയാം. യോസഫ് എവിടേക്കാ പോയിരിക്കുന്നത്? പാതാളത്തിലേക്കാ പോയത്. അതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകും? ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു, എവിടേക്കാ പോകുമെന്ന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മാവിന്റെ നെത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടി. പക്ഷെ അന്ന് കുടുംബത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ദൈവം മറച്ചു വെച്ചു. ഓക്കെ, ചില വിചാരിക്കും പ്രവാചകന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലെ കാര്യം പ്രവാചകന്മാർക്ക് അറിയത്തില്ല. അതാണ് എൻ്റെ യഥാർത്ഥം. ഞാനൊരു പ്രവാചകനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് മറച്ചു വെക്കും ദൈവം. യാക്കോബ് പ്രവാചകനായിരുന്നില്ലേ? അതെ, പ്രവചിച്ചു.
പ്രവചിക്കുന്നവനാ. എന്താ പ്രവചിച്ചെന്താ? ഞാൻ പോകുന്നത്, ജോസഫ് മരിച്ചിട്ടുണ്ട്, അവൻ്റെ ആത്മാവ് പോയത് പാതാളത്തിലേക്കാ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ആദ്യമായി മരിച്ച ഹാബേൽ പോയത് പാതാളത്തിലാ. ജോസഫ് നീതിമാനാ, അവൻ മരിച്ചത് പോയത് പാതാളത്തിലേക്കാ. അവിടുന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. കൊണ്ട് സംശയം ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തേക്കണം. ഇന്നും പർദീസ ഭൂമിയിൽ അടിയിലുണ്ടെന്ന് പറഞ്ഞു പിടിച്ച് കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചു, അടിവരയിട്ടു. പാതാളം എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ജോസഫ് പോയത് പാതാളത്തിലാണെന്നാണ് പറഞ്ഞത്. ജോസഫിന് മുമ്പ് പോയ അബ്രഹാമും ഇസഹാക്കും, അല്ലെങ്കിൽ അന്ന് ഇസഹാക്ക് മരിച്ചിട്ടില്ല ആ സമയത്ത്, ഞാൻ പറഞ്ഞതിന് മുമ്പ് മരിച്ച ഹാബേൽ ഉൾപ്പെടെയുള്ളവർ പോയത് പാതാളത്തിലേക്കാ പോയെന്നാണ് ഈ യാക്കോബ് പറഞ്ഞത്. 42-ാമത്തെ 38-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കുന്നു പറഞ്ഞു. 44:29 പറഞ്ഞു. അങ്ങനെ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകുമെന്ന് പറഞ്ഞു? ദുഃഖത്തോടെ പോകുമെന്ന് പറഞ്ഞു, ആശ്വാസമില്ലാത്തനായിട്ട് പോകുമെന്ന് പറഞ്ഞു. നല്ല കഥ പറഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ അവസാനം ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. എങ്ങനെയാ യാക്കോബ് മരിച്ച? എങ്ങനെയാ? പാതാളത്തിലേക്കാണ് പോയത്. പക്ഷേ അവൻ എങ്ങനെയാ പോയെന്നറിയാമോ? അവൻ പോയത് അബ്രഹാം എങ്ങനെ മരിച്ചു അതുപോലെയാണ് ഇസ്ഹാക്ക് മരിച്ചത്, അതുപോലെയാണ് യാക്കോബ് മരിച്ചത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും അതെ, ഭക്തന്മാർ ഇവിടുന്ന് വേർപെടുമ്പോൾ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കുമാ പോകുന്നത്. ഈ അബ്രഹാമിയുടെ 15-ാം വാക്യത്തിൽ കഥ പറഞ്ഞു. വളരെ വ്യക്തമായി ദൈവം ഒരു ദൂത് പറഞ്ഞു. ഞാനിത് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. കഥ പറഞ്ഞു, നീ ഈ സമാധാനത്തോടെ പിരിയുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായം അതിൻ്റെ ഇതിലേക്ക് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നീ സമാധാനത്തോടെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ദൈവമക്കൾ ലോകം വിട്ടു പോകുമ്പോൾ ഒരിക്കലും ദുഃഖത്തോടെ ആയിരിക്കുകയില്ല ലോകത്തുനിന്ന് യാത്ര പിരിയുന്നത്. നാം യാത്ര പിരിയുന്നത് സമാധാനത്തോടെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായം 15-ാം വാക്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എവിടേക്കാ എങ്ങനെയാ പോകുന്നത്? സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. അപ്പോൾ ഇതിനു മുമ്പ് പോയ പിതാക്കന്മാർ, ഹാബേൽ ഉൾപ്പെടെയുള്ളവർ, ശേത്ത് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പോയത് പാതാളത്തിലേക്കാണ് പോയത്. പക്ഷേ ഈ പാതാളത്തെയാണ് മീതെയുള്ള പാതാളമെന്ന് വേദവസ്തുത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പാതാളത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. പിളർപ്പിനാൽ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിനെ താഴെയുള്ള പാതാളം അഥവാ പാതാളം എന്നുണ്ടെങ്കിൽ അതിന് മീതെയുള്ള പാതാളത്തെയാണ് മീതെയുള്ള പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകാരംഭത്തിൽ ആദ്യം മരിച്ചുപോയ ഹാബേൽ, അവൻ എവിടേക്ക് അവൻ്റെ പ്രാണൻ, അവൻ്റെ ആത്മാവ് പോയി എന്ന് ചോദിച്ചാൽ അത് മീതെയുള്ള പാതാളത്തിലേക്കാണ് പോയത്. അപ്പോൾ ഒന്നാമതായി ദൂതന്മാർ ചെയ്ത ദൗത്യം, ഒരാത്മാവിനെ കൊണ്ട് പോയത് ദൈവം അവന് വേണ്ടി തുറന്നു കൊടുത്ത ആ വഴിയിലൂടെ ദൂതന്മാർ ഹാബേലിൻ്റെ ആത്മാവുമായിട്ട് സഞ്ചരിച്ചു ഭൂമിയുടെ അതോ ഭാഗത്തേക്ക്. അന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയ ആ ദൂതഗണങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇന്ന് രാത്രിയിലും ദൂതഗണങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. സേവകാത്മാക്കളുടെ ദൂതഗണങ്ങളുണ്ട്. ഇന്ന് വരെയും ആത്മാക്കളെ കൊണ്ടുപോകുന്ന ദൗത്യം തീർന്നു പോയിട്ടില്ല. തീരുന്ന ഒടുക്കത്തെ നാൾ വരെയാ. അന്ന് വരെ സഞ്ചാരമുണ്ടായിരിക്കും. ഇതിൻ്റെ നിലവാരങ്ങൾ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ദൈവം കൽപ്പിച്ചാക്കിയ ദൂതഗണങ്ങൾ ഇവിടെയുണ്ട്. രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നാം മരിക്കുകയാണെങ്കിലും നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയും ദൂതന്മാർ പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രിയിൽ നമുക്ക് അപ്രത്യാശ ഉണ്ടായിരിക്കണം. എന്നെ കൊണ്ടുപോകുവാൻ ദൂതഗണങ്ങൾ വരും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയാമല്ലോ. എവിടേക്ക് കൊണ്ടുപോകുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്ന ആ നിരയിലേക്ക് കൊണ്ടുപോകും. രാത്രിയിൽ സന്തോഷത്തോടെ പറ, അതെ, സമാധാനത്തോടെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് വരാൻ സാധിക്കണം. അതെ, അവനോട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ അതെല്ലാം വിഷയത്തോടെ പോയാലും നീ സമാധാനത്തോടെ ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നപ്പോഴും ദൈവത്തിൻ്റെ വചനമായി പോയി ഇപ്പോൾ ശ്രമിക്കുമായിരുന്നു. മകനെ കൊണ്ട് യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോഴും അബ്രഹാമിന് അറിയാമായിരുന്നു, എൻ്റെ ദൈവം ഒരിക്കലും എന്നെ അസമാധാനത്തിലാക്കത്തില്ല എന്ന്. രാത്രി കണ്ണടയ്ക്കാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അതെ, നമ്മുടെ എല്ലാം ഗതികളെ അറിയുന്ന കർത്താവ്
സകലവും നന്മയ്ക്കായി ചെയ്തിരിക്കുന്നുണ്ട്. ആദ്യത്തെ മരണം ഭൂമിയിലുണ്ടായപ്പോൾ ദൂതന്മാർ അന്ന് തുടങ്ങിയ ദൗത്യം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൽ ഭരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോൾ അവരെ കൊണ്ടുപോകുന്നത് മനുഷ്യരുടെ കഴിവല്ല, ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരാണ് കൊണ്ടുപോകുന്നത്. ഏത് നിലവാരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ നോക്കിയാൽ നാം വിശുദ്ധന്മാരുടെ ഗണത്തിൽ, നിർമ്മലകന്യകയുടെ ഗണത്തിൽ പെടുകയാണെങ്കിൽ ദൂതന്മാർ നമ്മെ സന്തോഷത്തോടെ മൂന്നാമത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടു പർദീസിലേക്ക് കൊണ്ടുപോകും. 60 മേനിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നമ്മളെ രണ്ടാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നാം 30 മേനിയുടെ നിത്യജീവനാണെങ്കിൽ സമുദ്രമെന്ന ജീവവസ്തുവിൽ പ്രയോഗിക്കുന്ന കൂട്ടത്തിലേക്ക് അവിടെ കൊണ്ടുപോകും. അതല്ല, ഇന്നും പാപിയാണെങ്കിൽ പോയെത്തിച്ചേരുന്ന സമുദ്രത്തിലേക്കായിരിക്കും. ഇന്നും ആ കഠിനഭാവം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ആരെങ്കിലും മരിക്കുന്നെങ്കിൽ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ദൂതന്മാർ അവിടെ കൊണ്ടി തള്ളിക്കളയും. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ പോലുള്ളവരാണെങ്കിൽ അവരെ എത്തിച്ചേർന്നത് ഒന്നാമത്തെ സ്വർഗത്തിലേക്കായിരിക്കും. ഇങ്ങനെ ഒന്നാം സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്, രണ്ടാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, മൂന്നാം സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകുന്നുണ്ട്, സമുദ്രത്തിലേക്ക് ആത്മാക്കളെ ദൂതന്മാർ കൊണ്ടുപോകുന്നുണ്ട്, പാതാളത്തിൽ കൊണ്ട് തള്ളിയിടുന്നുണ്ട്, നരകത്തിൽ കൊണ്ട് തള്ളിയിടുന്നുണ്ട്. അതിനായി നിയോഗിക്കപ്പെട്ട ദൂതഗണങ്ങളുണ്ട് ഇവിടെ. രാത്രി വിശ്വസിക്കുന്നുവോ? അതെ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആദ്യമായി ഈ ദൂതന്മാർ ഹാബേലിൻ്റെ ജീവനെ കരങ്ങളിൽ വടിച്ചു. ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് മീതെയുള്ള പാതാളത്തേക്ക് അവനെ കൊണ്ടിയാക്കി. അതിനുശേഷം അനേക ഭക്തന്മാർ അവിടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഒരു നിരയുണ്ടായിരുന്നു. അതിനാണ് ലോകാരംഭം മുതൽ യേശു ക്രിസ്തുവിൻ്റെ മരണം, ക്രൂശിൽ അവൻ മരിക്കുന്നവരെയുള്ള സകല മനുഷ്യരും, നീതിമാന്മാരായിട്ടുള്ളവരും ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും എത്തിച്ചേർന്നത് മീതെയുള്ള പാതാളത്തിലായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം തെളിയിക്കുന്നത്. ദൈവം ബാക്കി ഭാഗം വരുന്ന ആഴ്ച നമുക്ക് ചിന്തിക്കാം. അല്ല, അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ നാം രൂപാന്തരപ്പെടണം, കർത്താവിൻ്റെ കൃപയാൽ എടുക്കപ്പെടണം. ആ ഒരു വലിയ പ്രത്യാശ നമുക്കായിരിക്കാം. അത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. സകലവും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ കണ്ണുകളെ തുറന്നുകൊണ്ട് രാത്രി പറയണം, അതെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം കൽപ്പിച്ചാക്കിയ ദേവാത്മാക്ക ദൂതന്മാർ നമ്മെ കാവൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നിങ്ങളത് കാണുന്നില്ലെങ്കിലും രാത്രി പ്രിയപ്പെട്ടവർ നമ്മളെ സേവ ചെയ്യും, നമ്മളെ കരുതിക്കൊണ്ടിരിക്കുന്ന സേവാത്മാളാകുന്ന ദൂതന്മാർക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരെ നിയോഗിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാത്രിയിൽ ഒന്നാമത് മരിച്ചുപോയ ദേഹത്തു നിന്ന് പ്രാണൻ പിടിഞ്ഞ ഹബേൽ എത്തിച്ചേർന്നത് മീതെയുള്ള പാതാളത്തിലായിരുന്നു. പാതാളം എന്നുള്ളത് ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബാണ് ആദ്യം ഉച്ചരിച്ചത്. അപ്പോൾ യാക്കോബ് മരിച്ചിട്ട് അബ്രഹാമിനോട് ചേർന്നെന്നാണ് പറഞ്ഞത്. അബ്രഹാം മരിച്ചപ്പോൾ ചേർന്നത് അതിന് മുമ്പ് മരിച്ചുപോയ നീതിമാന്മാരോട് കൂടിയാണ് ചേർന്നത്. നീതിമാന്മാരുടെ തലമുറയുണ്ടായിരുന്നു. ലോകാരംഭം മുതൽ യേശു ക്രിസ്തുവിൻ്റെ മരണം വരെയും നീതിമാന്മാരുടെ തലമുറ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അബ്രഹാം എൻ്റെ ഒരു ദിവസത്തിന് കണ്ട് ആനന്ദിക്കുന്നുണ്ട്. പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ എന്ന വ്യക്തി യേശുവിനെ അവിടെ വെളിപ്പെടുത്തി. അബ്രഹാമിനെ അറിയാമായിരുന്നു, സുവിശേഷം കേട്ട് അബ്രഹാമിനെ അറിയാമായിരുന്നു. ഈ കർത്താവ് ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഇവിടുന്ന് മരിച്ചുപോയ ലാസർ അവിടെ ചെന്നില്ലേ? 4 ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ ചെന്ന് പറഞ്ഞു, യേശുവിനെയാണ് ഞാൻ കാത്തിരുന്ന് പറഞ്ഞു. അവൻ്റെ മടിയിൽ നിന്ന് അവനെ മടക്കിക്കൊണ്ടുവന്നു. യേശു വിളിച്ച് മടക്കിക്കൊണ്ടുവന്നു. രണ്ടാം ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ലാസർ. പക്ഷേ ലാസർ പറഞ്ഞായിട്ടൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് വചനവിരുദ്ധമായ ചില കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ചെവി കൊടുക്കരുത് കേട്ടോ. നമുക്ക് പറയാമല്ലോ, മരിച്ചുപോയ ആത്മാക്കൾ വന്നിട്ട് അവരാരും തന്നെ ഒരു കാര്യങ്ങളും പറഞ്ഞായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ലാസർ വന്നിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ യായിറോസിന്റെ മകൾ വന്നിട്ട് പറഞ്ഞോ? നീ പറഞ്ഞോ? നീക്കത് നമ്മൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും പറയുന്നത് വചനപരമായിട്ട് അടിസ്ഥാനമല്ലെങ്കിൽ ഞാൻ നരകം കണ്ടെന്നോ അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി വിശ്വസിക്കാവുള്ളൂ. ഞാൻ അതിൻ്റെ അർത്ഥം ആധികാരികതയില്ലാതൊന്ന് പിന്നെ പൗലോസ് രേഖപ്പെടുത്തി ഞാൻ അറിയുന്നു, ഞാൻ അവിടെ പോയിരുന്നു. അത് വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞുള്ള സാക്ഷ്യമില്ലെന്നല്ല, മരിച്ചുപോയ ആത്മാക്കൾ മടങ്ങി വന്ന് അവര് മരണത്തിൽ വന്ന് സംസാരിക്കുന്നതിന് പറയുന്നില്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ
എല്ലാം നമ്മൾ ശോധന ചെയ്യണം. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് മനസ്സിലാകണം. വചനത്തിൽ അല്ല എങ്കിൽ അങ്ങനെയുള്ളത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചന പഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കാൻ താല്പര്യം നന്ദി പറയുന്നു. തുടർന്നും നമുക്ക് വചന പഠനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് ചോദിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വചനത്തിന് വിരാമം കുറിക്കുന്നു.